നിത്യജീവൻ്റെ സുവിശേഷത്തിലേക്ക് പ്രിയപ്പെട്ട ദൈവമക്കളെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഷക്കേന ചാനലിലൂടെ ശക്തമായ ദൈവവചനങ്ങളിലൂടെ നിത്യജീവന് വേണ്ടി ദൈവമായ കർത്താവ് തൻ്റെ മക്കളെ ഒരുക്കുകയാണ്. അന്ത്യത്തെക്കുറിച്ച്, മരണം, തനതുവിധി, അന്ത്യവിധി, സ്വർഗം, നരകം, അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ഒരുവൻ നിത്യസൗഭാഗ്യം അനുഭവിക്കേണ്ട വലിയ രഹസ്യങ്ങളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ദൈവമായ കർത്താവ് തൻ്റെ മക്കളായ നമ്മെ പഠിപ്പിക്കുകയാണ്. വലിയ ബോധ്യങ്ങൾ നൽകി അനേക മക്കളെ സ്വർഗത്തിനു വേണ്ടി കർത്താവ് ഉണർത്തി. നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ നീതി. ദൈവത്തിൻ്റെ നീതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ പ്രാർത്ഥനയോടെ ഈ തിരുവചനങ്ങളിലൂടെ ദൈവത്തെ ശരിക്കും മനസ്സിലാക്കി ആ നീതി അനുസരിച്ച് ജീവിച്ചുകൊണ്ട് നീതിയുടെ വിധിയാളനായ കർത്താവിൻ്റെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ വിധി ദിവസത്തിൽ നിൽക്കാൻ സാധിക്കും വിധം ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ, നിത്യജീവിതത്തിലേക്ക്, നിത്യസൗഭാഗ്യത്തിലേക്ക് ആനയിക്കുവാൻ അങ്ങ് എത്രയോ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടത് അങ്ങ് പറഞ്ഞു തന്നുകൊണ്ട് അങ്ങയുടെ മക്കളെ അവിടുന്ന് അതിശക്തമായി മുന്നോട്ട് നയിക്കുന്നുവല്ലോ. ഈ ദിവസങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ നീതിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് പറഞ്ഞില്ലേ, അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം നൽകും. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ നിറഞ്ഞ് നീതിയെക്കുറിച്ച് ഞങ്ങൾക്കിന്ന് ബോധ്യം നൽകി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്തിനു വേണ്ടി ഈ ഗാനത്തോട് ചേർന്ന് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അഭിഷേകം നിറയട്ടെ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ഒറ്റ വിളി ആത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഭ മുഴുവനിലേക്കും, ലോകം മുഴുവനിലേക്കും നീതിയുടെ അഭിഷേകം നിറയപ്പെടുവാൻ പരിശുദ്ധാത്മാവേ നിറയണമേ. ആത്മാവേ, നീതിയില്ലാത്ത ലോകത്തില്, നീതിയില്ലാത്ത മേഖലകളില് നീതിയുടെ അഭിഷേകം ബോധ്യമായി നൽകി പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, നിറഞ്ഞു കവിയണമേ, ആളിക്കത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ.
ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. 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 യേശുവേ ഹല്ലേലൂയ 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 ഹല 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 ആരാധന 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 ആരാധന. അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. കെട്ടുകൾ അടിയട്ടെ. പൈശാചിക ശക്തികൾ അനീതിയുടെ ദുരാത്മ ദുർബോധങ്ങൾ യേശുനാമത്തിൽ നിർവീര്യമായി പോകട്ടെ. നീതിയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ മഹത്വം മഹത്വം മഹത്വം. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഓ പരിശുദ്ധാത്മാവേ, നീതിയെക്കുറിച്ച് ബോധ്യം നൽകിക്കൊണ്ട് അവിടുത്തെ മക്കളായ ഞങ്ങളിൽ അവിടുന്ന് നിറയണമേ. ലോകം മുഴുവനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കത്തോലിക്ക തിരുസഭയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. പൗരോഹിത്യത്തെയും സമർപ്പണ ജീവിതത്തെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, നീതിയുടെ അഭിഷേകം ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. നീതിയുടെ അഭിഷേകം ലോകം മുഴുവനിലും അങ്ങ് നിറയ്ക്കണമേ. നീതിയില്ലാത്ത ഈ കാലഘട്ടത്തില്, അനീതിയാൽ നിറയപ്പെട്ടിരിക്കുന്ന പൈശാചിക ബന്ധനത്തില്, അന്ധമാക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തില് കർത്താവേ, അങ്ങയുടെ നീതിയുടെ അഭിഷേകം എല്ലാ മക്കളിലും നിറയട്ടെ. സാത്താൻ അനീതിയുടെ ആത്മാവ്, നുണയുടെ ആത്മാവ്, അന്ധകാരത്തിന്റെ ആത്മാവ് ഇന്ന് ലോകം മുഴുവനെയും എന്ന പോലെ മനുഷ്യ മക്കളെ ആകപ്പാടെ ബന്ധിച്ച് കെട്ടിപ്പൂട്ടി അന്ധകാരത്തില് ആക്കിയിരിക്കുമ്പോൾ കർത്താവേ, നീതിയുടെ അഭിഷേകം, നീതിയുടെ അഭിഷേകം ഞങ്ങളിലും ലോകം മുഴുവനിലും നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ നീതി എല്ലാ മക്കളും മനസ്സിലാക്കട്ടെ. അങ്ങയുടെ നീതിയുടെ അഭിഷേകം എല്ലാ മക്കളും അഭിഷേകത്തിൽ നിറയട്ടെ. എല്ലാ മക്കളും തിരിച്ചറിയട്ടെ. കർത്താവേ, അങ്ങ് നീതിയുടെ വിധിയാളനാണ്. ഞങ്ങളുടെ ജീവിതങ്ങളെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുവാൻ കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ. പരിശുദ്ധ അമ്മേ, ആ ദൈവിക നീതി അറിഞ്ഞതുകൊണ്ടാണല്ലോ, ആ അഭിഷേകം അമ്മയിൽ നിറഞ്ഞതുകൊണ്ടാണല്ലോ അമ്മ പറഞ്ഞത്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. ദൈവിക നീതിക്ക് സ്വയം സമർപ്പിച്ച അമ്മ ആ നീതി അനുഭവിച്ചറിഞ്ഞു, നീതിയെക്കുറിച്ച് മനസ്സിലാക്കി. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയിൽ നിറഞ്ഞ ആ വലിയ കൃപ ഞങ്ങളിലും നിറയുവാനും ആ നീതിയുടെ അഭിഷേകത്താൽ നിറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിനനുസരിച്ച് ജീവിതത്തെ സമർപ്പിക്കാനും ഞങ്ങൾക്കും കൃപ ലഭിക്കാൻ, ലോകത്തിന് കൃപ ലഭിക്കാൻ, എല്ലാ അധികാരികൾക്ക് കൃപ ലഭിക്കാൻ, സഭയ്ക്ക് കൃപ ലഭിക്കാൻ, പൗരോഹിത്യത്തിന് കൃപ ലഭിക്കാൻ, ഓരോ കുടുംബങ്ങൾക്കും കൃപ ലഭിക്കാൻ അമ്മേ മാതാവേ ശക്തമായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നീതിമാനായ മാർ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങൾക്കും ഈ നീതിയുടെ അഭിഷേകം തിരിച്ചറിഞ്ഞ് സ്വന്തമാക്കുവാൻ ഇടയാകട്ടെ. നീതിയോടെ ജീവിച്ച് രക്തസാക്ഷിത്വം വഹിച്ച രക്തസാക്ഷികളെ, സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് മാധ്യസ്ഥം വഹിച്ച് ഞങ്ങളുടെ കൂടെയായിരുന്ന് സംരക്ഷണം നൽകി സ്വർഗീയമായ അഭിഷേകത്തിൽ, പ്രകാശത്തിൽ, നീതിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. അങ്ങനെ ജീവിച്ച് മരിച്ച് ഉയർത്ത് അന്ത്യവിധി സമയം നീതിയുടെ വിധിയാളനായ കർത്താവിന്റെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ സ്വർഗമേ, സ്വർഗവാസികളെ, ഞങ്ങൾക്കും ഇടയാകട്ടെ. അതിനായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തേ, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു,
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ധ്യാനിക്കുകയാണ്. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകേണ്ട ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വലിയ തിരുഹിതം സ്വർഗത്തിൽ പിതാവിൻ്റെ ഭവനത്തിൽ നമ്മളെല്ലാവരും ആയിരിക്കണം എന്ന് തന്നെയാണ്. അതിന് ചുമ്മാ അങ്ങനെ കഴിയത്തൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നമ്മൾ ക്രമപ്പെടുത്തേണ്ട ജീവിത മേഖലകളുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാമാണ് ഈ 12-ാം തീയതി മുതൽ 25-ാം തീയതി വരെ നിത്യജീവൻ്റെ സുവിശേഷത്തിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നത്. ഞാൻ ഓർക്കാം, ഇന്ന് രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാൻ മുറിയിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഒരു മകൻ എന്നെ വിളിച്ചു. എവിടെ നിന്നാണെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. അവൻ വിളിച്ച് പറ, നന്ദി പറയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ ചോദിച്ചു, എന്താ മോനെന്ന് ചോദിച്ചു. അച്ഛാ, നിത്യജീവന്റെ സുവിശേഷത്തിൽ അച്ഛൻ കഴിഞ്ഞ ദിവസം മരണത്തെക്കുറിച്ച് ക്ലാസ്സില്ലേ, അത് ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇവന് എല്ലാ ദിവസവും രാത്രി ഇവന് മ്ലേച്ഛമായ പോർണോഗ്രഫി കണ്ട് 1 മണി 2 മണി വരെ കണ്ടിട്ട് ഉറങ്ങാറുന്ന് അവൻ പറഞ്ഞു. ഇന്നലെ അതിനു വേണ്ടി ഫോൺ എടുത്തപ്പോൾ പെട്ടെന്ന് യൂട്യൂബിൽ മരണത്തെക്കുറിച്ചുള്ള ആ സന്ദേശം അവൻ പറഞ്ഞ 52 മിനിറ്റ് ഉണ്ട് അച്ഛാ. ഞാനത് കേട്ടു, കണ്ടു. എൻ്റെ അച്ഛാ, മരണത്തെക്കുറിച്ച്, അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ചൊക്കെ ഉള്ള ആ സത്യവചനം കേട്ടപ്പോൾ ഞാൻ ആ നിമിഷം ഇനി എൻ്റെ ജീവിതത്തിൽ ഇത് കാണത്തില്ലെന്നും മാത്രമല്ല അതിനനുസരിച്ചൊരു ജഡിക പാപം ചെയ്യില്ലെന്നും വിശുദ്ധിയോടെ നല്ല മരണത്തിന് വേണ്ടി അവൻ പറയാ, എനിക്ക് നല്ല പോലെ ഉറങ്ങണച്ചാ. ആ ഉറക്കത്തെക്കുറിച്ചൊക്കെ, മരണം ഉറക്കാണെന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഉറക്കത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവൻ പറയാ, കുറെ ഉറക്ക ഗുളിക കഴിച്ചാണ് ഉറങ്ങിയാലോന്ന് തോന്നുന്നു. ഞാൻ പറയാം, അത് ആത്മഹത്യയോടോട്ടാ. ഞാൻ അപ്പം അല്ലച്ചാ, അത് അങ്ങനെ പോലും ആഗ്രഹിച്ചു. മരിക്കാനുള്ള ഒരാഗ്രഹമുണ്ടായി. അതുമാത്രമല്ല അച്ഛാ, നല്ല പോലെ മരിക്കണം, ദൈവ പൈതലെ പോലെ ജീവിക്കണം, സ്വർഗത്തിൽ പോകണം, ഉയർത്തെഴുന്നേൽക്കണം, നിത്യജീവിതത്തിൽ എൻ്റെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം എന്നുള്ള വലിയൊരു അഭിനിവേശം എന്നിലുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതം നന്മയിൽ, നമ്മുടെ കുടുംബം സമാധാനത്തിൽ, പൗരോഹിത്യം അഭിഷേകത്തിൽ, സഭ ലോകം അനുഗ്രഹത്തിൽ ഇന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നിത്യജീവന്റെ ഈ സുവിശേഷം കേട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണം. എവിടെ നോക്കിയാലും നീതിയില്ല, ഒരു ന്യായമില്ല. എല്ലാ തിന്മകളെയും മഹത്വവൽക്കരിച്ചുകൊണ്ട് മനുഷ്യൻ അകൃത്യങ്ങളിൽ, പൈശാചികതകളിൽ എല്ലാം ജീവിക്കുന്ന കാലഘട്ടമാണ്. നോക്കിക്കേ, രാഷ്ട്രീയത്തിൽ നീതിയുണ്ടോ? സമൂഹത്തിൽ നീതിയുണ്ടോ? ചില വിശ്വാസത്തിൽ നീതിയുണ്ടോ? പല പ്രവൃത്തിയിലും നീതിയുണ്ടോ? നമ്മുടെ തന്നെ പല പ്രസ്ഥാനങ്ങളിലും ചില ശുശ്രൂഷകളിലും നീതിയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് നീതി? നീതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അർഹതപ്പെട്ടവന് അർഹതപ്പെട്ടത് കൊടുക്കുന്നതാണ് നീതി. ഈ ലോകത്തിൽ പ്രിയപ്പെട്ട മക്കളെ, മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത്, ഉദാഹരണത്തിന് ജീവിക്കാൻ ഒരുവന് അർഹതയുണ്ട്, അവകാശമുണ്ട്. അവൻ്റെ ജീവനെ മാനിക്കണം. അവൻ അർഹതപ്പെട്ടതാ. അവനെ കൊല്ലാനോ, അവനെ നശിപ്പിക്കാനോ, അവനെ ഇല്ലായ്മ ചെയ്യാനോ, അവൻ്റെ സൽപ്പേരിന് പോലും കോട്ടം തൊട്ടുന്നൊരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല. അത് അനീതിയാ. അത് വെച്ചൊന്ന് ലോകത്തിലേക്ക് നോക്കിക്കേ. പാവപ്പെട്ട മക്കളെ കൊന്നൊടുക്കുന്ന പൈശാചികത, ഗർഭചിത്രം, കൊലപാതകം, വ്യഭിചാരം, പീഡനങ്ങൾ, കള്ളക്കടത്ത്, മയക്കുമരുന്ന്, പല പല പൈശാചിക പ്രവൃത്തികൾ ഇന്ന് ലോകത്തിൽ അരങ്ങേറുമ്പോൾ അതിനെപ്പോലും മഹത്വവൽക്കരിച്ച് അതിലൂടെ പൈസ ഉണ്ടാക്കി അതിലൂടെ മറ്റുള്ളവരെ കൊന്നൊടുക്കി ജീവിക്കുന്ന മനുഷ്യൻ്റെ അനീതി. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നീതി ഇല്ലായ്മയുടെ വലിയ പൈശാചികത ഇന്ന് ലോകത്തെ
അതിക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയണം നമ്മുടെ ദൈവം നീതിമാനാണ്. നമ്മുടെ ദൈവം നീതി പ്രതീക്ഷിക്കുന്നവനാണ്. നമ്മുടെ ദൈവം നീതിയോടെ വിധിക്കുന്നവനാണ്. നമ്മൾ അറിയണം. നമുക്കറിയാം ദൈവത്തിൻ്റെ നീതി. ദൈവം നീതിമാനാണെന്ന് പറയുമ്പോൾ ഈ ലോകത്തിന് വേണ്ടി, ഈ പ്രപഞ്ചത്തിന് വേണ്ടി, മനുഷ്യ മക്കൾക്ക് വേണ്ടി ദൈവം അവൻ അർഹതപ്പെട്ടത് മുഴുവൻ, ഇനി അർഹതപ്പെടാത്തത് പോലും നൽകിക്കൊണ്ട് ദൈവമക്കളോട്, മനുഷ്യകുലത്തോട്, ഈ ഭൂമിയോട്, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും, ക്രിസ്ത്യാനികളോട് മാത്രമല്ല നാനാജാതി മതസ്ഥരോടും അവിടുന്ന് നീതി കാണിച്ചു. അതിൽ ഈശോ പറഞ്ഞ്, എൻ്റെ പിതാവിനെ പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കും. അവിടുന്ന് നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ വർഷിക്കുന്നു. അതാണ് നീതി. ദൈവത്തിൻ്റെ നീതി മനുഷ്യൻ്റെ കാഴ്ചപ്പാടിനേക്കാൾ അവൻ അർഹതയില്ലാത്തത് പോലും നൽകിക്കൊണ്ട് അവനോട് വലിയ സ്നേഹം, വലിയ കരുണ കാണിക്കുന്ന, ഇതിനെല്ലാം അതിലംഘിക്കുന്ന മനുഷ്യബുദ്ധിയെ പോലും അതിലംഘിക്കുന്ന അനുഗ്രഹദാനമാണ് ദൈവത്തിൻ്റെ നീതി. സൃഷ്ടികർമ്മത്തിലേക്ക് നോക്കിക്കേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അവനെന്തെല്ലാം വേണമോ അതെല്ലാം മനുഷ്യന് നൽകി. അവന് ശരീരം കൊടുത്തു, ജീവൻ കൊടുത്തു, ആരോഗ്യം കൊടുത്തു, കഴിവുകൾ കൊടുത്തു, പറുദീസ നൽകി, ദൈവത്തിൻ്റെ സൗഹൃദം നൽകി. ദൈവം കൂടെ നടക്കുന്നു. അതുമാത്രമല്ല, അവൻ ഒരിക്കലും മരിച്ചു പോകാതിരിക്കാൻ ദൈവം അവനോട് പറഞ്ഞു, മക്കളെ, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നാൽ മരിക്കും. ആരും മരിക്കരുത്, ആരും നശിക്കരുത്. അവൻ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവന് ചില പരിമിതികളുണ്ട്. ആ പരിമിതി അനുസരിച്ച് അവൻ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനോട് നീതിയോടെ പെരുമാറി. അവനെ സൃഷ്ടിച്ചു, അവന് കഴിവ് നൽകി, അവന് ദൈവത്തെ തന്നെ കൊടുത്തു. നമുക്കറിയാം, ദൈവം തൻ്റെ ജീവൻ്റെ ശ്വാസം കൊടുത്തു എന്ന് പറഞ്ഞാൽ ജീവൻ ദൈവമാണ്. ഈശോ പറഞ്ഞില്ലേ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവന്റെ ശ്വാസം നിശ്വസിച്ചെന്ന് പറഞ്ഞ ദൈവത്തെ തന്നെ അവന് കൊടുത്തു. ദൈവത്തിന് നീതി കണ്ടോ മക്കളെ? നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ദൈവത്തിൻ്റെ നീതി. അങ്ങനെ എല്ലാം നൽകി അവനെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ എന്താ ചെയ്തേ? ആ ദൈവത്തെ അനുസരിക്കാതെ ദൈവം പറഞ്ഞ വചനത്തിന് വിരുദ്ധമായിട്ട് അവൻ പിശാചിനെ കേട്ട് അനീതിയോടെ പെരുമാറി. തിന്നരുതെന്ന് പറഞ്ഞ ഫലം തിന്ന് അവൻ ദൈവത്തോട് ആരംഭം മുതലേ അനീതി കാണിച്ചു. ദൈവനീതിമാനാ, ദൈവകാരുണ്യവാനാണ്. എന്ന പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ നീതിക്ക് വിരുദ്ധമായിട്ട് മനുഷ്യൻ ദൈവത്തോട് പെരുമാറി. എന്നിട്ടും ദൈവത്തെ നീതി നോക്കിക്കേ, അവൻ ഉപേക്ഷിച്ചോ? മനുഷ്യൻ ജഡമായിട്ട് മാറി. അവനിലേക്ക് പിശാചിൻ്റെ പല സ്വാധീനങ്ങൾ കടന്നു വന്നു. എന്നിട്ടും ദൈവം മനുഷ്യനെ ഉപേക്ഷിച്ചില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നീതിയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം. അവനെ വീണ്ടും സ്നേഹിച്ചു. ഇപ്പോൾ അവൻ ദുർബലനാ, അവൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയി. ഉൽപ്പത്തി 6-ാം അധ്യായത്തിൻ്റെ 5-ാം വചനം നാം വായിക്കുന്നുണ്ട്, മനുഷ്യനിൽ എൻ്റെ ചൈതന്യം എന്നേക്കും വസിക്കുന്നില്ല, അവൻ വെറും ജഡമായിട്ട് മാറി. അവന് കൃപകൾ നഷ്ടപ്പെട്ടു. അവിടെ എന്താ ദൈവം ചെയ്തേ? ദൈവം അവൻ്റെ പിന്നാലെ നടന്ന് ഓരോരോ കാര്യങ്ങൾ അവനോട് പറഞ്ഞു കൊടുക്കുക. കായനോട് പറയുന്നുണ്ട്, കായൻ, പാപം നിന്റെ പടിവാതിൽക്കൽ പതിയിരിക്കുന്നു, അവൻ നിന്നിൽ താല്പര്യം വെച്ചിട്ടുണ്ട്, നീ അതിനെ കീഴടക്കണം. പിന്നീട് ദൈവം മനുഷ്യനെ ഉപേക്ഷിക്കാതെ, അവനെ തിരസ്കരിക്കാതെ, അവൻ ബലഹീനനാണ്, അവൻ ദുർബലനാണ്, അതുകൊണ്ട് അവന് മനസ്സിലാകുന്ന വിധത്തിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ദൈവം തൻ്റെ നീതി മനുഷ്യനോട് പ്രകടമാക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ദൈവമായ കർത്താവ് അബ്രാഹത്തെ തിരഞ്ഞെടുത്തു. അതിനുശേഷം ഇസഹാക്കിനെ, യാക്കോബിനെ, പിന്നീട് രക്ഷാകര് ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം മനുഷ്യന് നൽകാവുന്ന എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ ദാനങ്ങളും, എല്ലാ സംരക്ഷണവും എല്ലാം നൽകി ദൈവം മനുഷ്യനോട് നീതി കാണിച്ചു. ദൈവത്തിൻ്റെ നീതി. അതിനിടയിൽ മനുഷ്യൻ്റെ സ്വഭാവം ഇങ്ങനെയായതുകൊണ്ട് ദൈവം മോശയിലൂടെ 10 കൽപ്പനകൾ കൊടുത്തു.
ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, അവൻ്റെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, മനുഷ്യ സമൂഹം അനുഗ്രഹിക്കപ്പെടാൻ, അവൻ ഈ പ്രമാണങ്ങൾക്കനുസരിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിച്ച് അനുഗ്രഹിക്കപ്പെടാൻ ദൈവം അവനോട് നീതിയോടെ പെരുമാറി അവന് എല്ലാം പറഞ്ഞു കൊടുത്ത് അവന് കൽപ്പനകൾ നൽകി. ഇവിടെയൊക്കെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ദൈവമനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഏറ്റവും വലിയ നീതിയുടെ പ്രവൃത്തി ചെയ്തത് അവന് സ്വാതന്ത്ര്യം കൊടുത്തു. ഭയങ്കര സംഭവ സ്വാതന്ത്ര്യം. അവൻ അടിമയല്ല. ദൈവത്തിന് വേണമെങ്കിൽ നമ്മെ അടിമകളെ പോലെ സൃഷ്ടിക്കാമായിരുന്നു. എന്നാൽ ദൈവം നീതിയോടെ പെരുമാറി ഒരടിമയെ പോലെ ചെയ്യാതെ, ഒരടിമയെ പോലെ പ്രവർത്തിക്കാതെ, എല്ലാം നൽകിയിട്ടും എല്ലാം സൃഷ്ടിച്ചിട്ടും ജീവൻ നൽകിയിട്ടും എല്ലാം ദൈവം തന്നതാ. എന്നിട്ട് ദൈവം അവനെ അടിമയാക്കിയല്ല സൃഷ്ടിച്ച് സ്വതന്ത്രനാക്കി, ജീവൻ നൽകി, തന്നെത്തന്നെ നൽകി. ഒന്ന് ഓർത്തു വെക്കണം മക്കളെ, ദൈവത്തിൻ്റെ നീതി എല്ലാം നൽകി. കൽപ്പനകള്, പ്രമാണങ്ങള്, അനുഗ്രഹിക്കപ്പെടാൻ എന്തെല്ലാം വേണോ അതെല്ലാം നൽകി അവനെ അനുഗ്രഹിച്ചു. എന്നാൽ മനുഷ്യൻ എന്താ ചെയ്തേ? ദൈവത്തിൻ്റെ എല്ലാ നീതിയുടെ പ്രവൃത്തികളും വിട്ട് അവൻ അവിടെയും അനീതി, ദൈവകൽപ്പനകൾ ലംഘിച്ച്, ദൈവത്തെ ധിക്കരിച്ച്, ദൈവത്തിന് പകരം പല വിഗ്രഹങ്ങളെ വെച്ച് ആരാധിച്ച് അവൻ ജഡിക പാപം ചെയ്ത് ദൈവത്തിന് ആലയമാകുന്ന ദൈവം സൃഷ്ടിച്ച ശരീരത്തെ മലിനമാക്കി. ദൈവത്തോട് അവൻ അനീതി പുലർത്തി. അനീതി. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെയാ. നമ്മുടെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാ. ദൈവം സൃഷ്ടിച്ചതാ. അതിനെ നശിപ്പിക്കാനോ അതിനെ തകർക്കാനോ അതിനെ ഇല്ലായ്മ ചെയ്യാനോ നമുക്കാർക്കും ഒരവകാശമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ശരീരം ഞാനുണ്ടാക്കിയതല്ല, ഈ അവയവങ്ങൾ ഞാനുണ്ടാക്കിയതല്ല. ഇതിൽ പല പല കഴിവുണ്ട്. കാണാൻ കഴിവുണ്ട്, കേൾക്കാൻ കഴിവുണ്ട്, സംസാരിക്കാൻ കഴിവുണ്ട്, ലൈംഗിക ശേഷിയുണ്ട്, നടക്കാൻ കഴിവുണ്ട്, ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ദൈവത്തിൻ്റെയാ. ദൈവം തന്നതാ, ദൈവം അനുഗ്രഹിച്ചു തന്നതാ. ഞാൻ നീതിയുള്ളവനാണെന്നെപ്പോഴാ ഈ ദൈവം തന്ന കഴിവുകളെ, ഈ ദൈവം തന്ന ശരീരത്തെ ദൈവം പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ജീവിക്കണം. ദൈവകൽപ്പനകൾക്കനുസരിച്ച്, ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ നീതിയുള്ളവനാകും. അതുകൊണ്ട് ഞാൻ പറയും, എൻ്റെ ഈ ശരീരത്തിൽ എൻ്റെ ഒരു ജഡിക സുഖത്തിനു വേണ്ടി ഒന്ന് തൊടാനുള്ള അവകാശം പോലും എനിക്കില്ല. എൻ്റെ ഇഷ്ടം പോലെ തിന്മ കാണാൻ, ഈ കാഴ്ച ഉപയോഗിക്കാൻ എനിക്ക് അവകാശമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട മോശമായ കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല. എനിക്ക് മോശമായ കാര്യങ്ങൾ കേൾക്കാൻ എനിക്ക് അവകാശമില്ല. മ്ലേച്ഛമായവ സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല. അല്ലെങ്കിൽ ലൈംഗിക ശേഷിയെ മ്ലേച്ഛതയ്ക്ക് ഉപയോഗിക്കാൻ എനിക്ക് അവകാശമില്ല, നിനക്കും അവകാശമില്ല. കാരണം എന്താ? ഇതെൻ്റെ അല്ല. എന്നാൽ അതാണ് നീതി. അതല്ലേ മരിയാഗോരത്തി പറഞ്ഞ് അലക്സാണ്ടർ പാപത്തിന് പ്രേരിപ്പിച്ചപ്പോ മരിയാഗോരത്തി പറഞ്ഞു, അലക്സാണ്ടർ പാപമാണ്, പാപത്തെക്കാൾ ഞാൻ മരിക്കാൻ ഒരുക്കമാണ്. അവൾ ചേർത്ത് നിന്നു, മരിച്ചു, കൊന്നു. അതാണ് നീതിയുടെ മരണം, അതാണ് നീതിമാന്റെ മരണം. എന്നാ പ്രിയപ്പെട്ട മക്കളെ, ഇതെല്ലാം ചെയ്തിട്ടും മനുഷ്യൻ ദൈവത്തെ മറന്നു. സ്വന്തം പോലെ കരുതി, ഞാനെന്ന ശാഠ്യത്തിൽ, എൻ്റെതെന്നുള്ള പിടുത്തത്തിൽ, എനിക്കെന്നുള്ള ഭാവത്തിൽ അവൻ ദൈവത്തിൻ്റെ നീതിയുടെ പ്രവൃത്തികൾ മറന്ന് അതിനനുസരിച്ച് പ്രവർത്തിക്കാതെ അവൻ പ്രതികരിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, രക്ഷകനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനോട് വീണ്ടും നീതി. അതൊക്കെ ദൈവം ഇവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി കൊടുക്കാവുന്ന അനുഗ്രഹങ്ങൾ, കൊടുക്കാവുന്ന ദാനങ്ങൾ എല്ലാം കൊടുത്ത് ദൈവം മനുഷ്യനോട് നീതി പുലർത്തി. ദൈവം ഒരിക്കലും അനീതി കാണിച്ചിട്ടില്ല മനുഷ്യനോട്. ഈ ലോകത്തോട് അനീതി കാണിച്ചിട്ടില്ല. നോക്കിക്കേ, ഇത് ദാരിദ്ര്യമുണ്ട്. ദൈവത്തെ പലരും കുറ്റം പറയാറുണ്ട്. ദൈവം ഈ ലോകത്തിന് വേണ്ട സമ്പത്ത് എല്ലാ മനുഷ്യരും സുഭിക്ഷമായിട്ട് ഭക്ഷിക്കാനുള്ള റിസോഴ്സസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് മനുഷ്യൻ കോടികൾ മുടക്കി യുദ്ധോപകരണങ്ങൾ, ആർക്കു വേണ്ടി? കോടികൾ മുടക്കി അണുബോംബ്, അണുആയുധങ്ങൾ, പല പല ആയുധങ്ങൾ. ഇന്ന് ഓരോ ഗവൺമെന്റിന്റെയും അവരുടെയൊക്കെ ബഡ്ജറ്റിൽ എത്ര കോടികളാണ്
ഈ ശത്രുക്കളെ അല്ലെങ്കിൽ കൊന്നൊടുക്കുന്ന നശിപ്പിക്കുന്ന പ്രവൃത്തികൾക്ക് വേണ്ടി അവൻ ചെലവഴിക്കുന്ന അനീതി. ഇതെന്തിനാ ദൈവം തന്നെ? ഈ വിഭവങ്ങളൊക്കെ എന്തിനാ തന്നെ? ഈ സമ്പത്ത് എന്തിനാ തന്നെ? മനുഷ്യ മക്കൾ സൗകര്യത്തില് സമാധാനത്തില് ഭക്ഷിച്ച് ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ വേണ്ടി നീതിയുള്ള ദൈവം ചെയ്തതാ. എന്നാൽ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തികളെ അനീതിയോടെ നന്ദികെട്ട മനുഷ്യൻ അതിനോട് പ്രതികരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതാ ഞാൻ പറഞ്ഞ ദൈവ മനുഷ്യന് വേണ്ടതെല്ലാം നൽകി അവനോട് നീതി പുലർത്തി. അങ്ങനെ രക്ഷകനെ വാഗ്ദാനം ചെയ്തു. പാപത്തിൽ അടിമപ്പെട്ടു പോയ മനുഷ്യൻ, പാപത്തിൻ്റെ വേദനമാകുന്ന മരണപ്പേറുന്ന മനുഷ്യൻ, പാപത്തിൻ്റെ ശാപം പേറുന്ന മനുഷ്യൻ, പാപത്തിലൂടെ പിശാചിന് നിയമപരമായ അവകാശം കിട്ടിയ മനുഷ്യൻ, ശപിക്കപ്പെട്ട മണ്ണ്, എല്ലാം കൊണ്ട് നശിച്ചു പോയ ഈ ലോകത്തെ, ഈ മണ്ണിനെ, ഈ ജഡത്തെ, ഈ മാനവകുലത്തെ ഈ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും മരണത്തിൻ്റെയും പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുവാൻ ഈശോ തന്നെ ഇറങ്ങി വന്നു. കണ്ടോ ദൈവത്തിൻ്റെ പ്രവർത്തികൾ? അത്രമാത്രം നീതിമാനാണ് ദൈവം. ഒരനീതിയും കാണിച്ചിട്ടില്ല. ഈ കർത്താവ് വന്നു, അവൻ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് അവൻ നീതിമാനാ. അവൻ പാപമോചിക്കാൻ രക്തം ചിന്തപ്പെടണം. കുഞ്ഞാടിൻ്റെ രക്തം പോരാ, കാളക്കിടാവിൻ്റെ രക്തം പോരാ, കളങ്കമില്ലാത്ത കറയില്ലാത്ത രക്തം വേണം. അതിന് ഈശോയുടെ തന്നെ രക്തം ചിന്തണം. അതാണ് നിയമം, അതാണ് ന്യായം, അതാണ് നീതി. ആ നീതിക്കും ന്യായത്തിനും നിയമത്തിനും അധീനനായിട്ട് ഈശോ നമുക്ക് വേണ്ടി മനുഷ്യനായിട്ട് അവതരിച്ചു, പാപമേറ്റെടുത്തു, രക്തം ചിന്തി, പരിഹാരം ചെയ്തു, മരിച്ചു. ഇതാ പിശാചിനെ കുരിശിലൂടെ എന്നേക്കുമായിട്ട് പരാജയപ്പെടുത്തിക്കൊണ്ട് കർത്താവ് നീതിയോടെ മനുഷ്യ മക്കളോട് പെരുമാറി. എന്നിട്ട് മനുഷ്യൻ എന്ത് ചെയ്തേ? ഈ നീതിയെ സ്വീകരിക്കാതെ, ഈ രക്ഷാകര പ്രവൃത്തികളെ സ്വീകരിക്കാതെ മനുഷ്യൻ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും തിരസ്കരിച്ചുകൊണ്ട് അവൻ അനീതിയോടെ പെരുമാറി, അനുസരണക്കേടിലൂടെ പെരുമാറി. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവം ലോകത്തോട് നീതി പുലർത്തി. ദൈവം മനുഷ്യനോട് നീതി പുലർത്തി. അവൻ പാപം ചെയ്തപ്പോഴും, അവൻ മരിച്ചപ്പോഴും, പിശാചിന്റെ പിടിയിൽ അമർന്നപ്പോഴും അവൻ നശിച്ചു പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ദൈവം അല്പം പോലും കുറവില്ലാതെ അവിടുന്ന് പൂർത്തീകരിച്ചു. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ എല്ലാ നീതിയുടെ പ്രവൃത്തികളെയും ലംഘിച്ചുകൊണ്ട് അതിനെ ഗൗനിക്കാതെ അവനവനിസത്തിൻ്റെ പൈശാചികതയിൽ അവൻ ലോകത്തിൻ്റെ, ജഡത്തിൻ്റെ, പിശാചിൻ്റെ പിന്നാലെ എന്ന പോലെ അവൻ ജീവിച്ചു അവൻ്റെ ജീവിതം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അറിയണം ദൈവം നീതിമാനാണ്. രണ്ടാമത്തെ കാര്യം, ദൈവം നീതി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയണം. ഒത്തിരിയേറെ പേരുടെ ഒരു ചിന്ത, ദൈവം അങ്ങനെയൊക്കെ ചെയ്യും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെയാണ് ചിന്തിക്കണം പലരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം എനിക്കും നിനക്കും ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മിൽ നിന്നും നീതി ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് നീതി? അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവന് കൊടുക്കണം. അതാണ് നീതി. നമുക്ക് അർഹതപ്പെട്ടത്, അവകാശപ്പെട്ടത് അല്ലെങ്കിൽ കൂടിയും ദൈവം നമുക്ക് അവകാശമായി തന്നു. അത് ദൈവത്തിൻ്റെ നീതിയുടെ എന്താ പറയാ, വലിയ ആഴം. നമുക്കത് അവകാശമൊന്നുമില്ല, എന്നിട്ട് തന്നു. അപ്പൊ ഇത് ആരുടെയാ? ആർക്ക് അവകാശപ്പെട്ടതാ? ദൈവത്തിന്. നമ്മൾ നീതി ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ നീതിയോടെ പെരുമാറണം. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ്റെ മേൽ അവകാശം ദൈവത്തിനാ. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് അർഹതപ്പെട്ട ഈ ജീവനെ ദൈവത്തിന് കൊടുക്കണം. എത്ര പേർക്ക് ആ ബോധമുണ്ട്? ദൈവമായ കർത്താവ് ഒരു അത്തിവൃക്ഷത്തിൻ്റെ ഉപമ പറഞ്ഞു. അത്തിവൃക്ഷം 3 വർഷമായിട്ട് അവിടുന്ന് നട്ടുപിടിപ്പിച്ച് അതിന് വളമിട്ട് എല്ലാം കൊടുത്ത് വളർത്തി, ഫലമില്ല, വെട്ടിക്കള. ഫലം പ്രതീക്ഷിക്കുന്നവനാ ദൈവം. അതാണ് നീതി. ഫലം പുറപ്പെടുവിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മനസ്സിലാക്കണം, ദൈവം നമ്മിൽ നിന്ന് നീതിയോടെ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഫലം പുറപ്പെടുവിക്കണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ,
ഒരു കാരണവശാലും ദൈവം തന്നതിനെ കൊണ്ട് തോന്നിവാസം ജീവിക്കുന്ന മനുഷ്യൻ എന്താ പറ്റിയ? ഇന്ന് ദൈവത്തെ പോലും ദൈവം എന്തിനു വേണ്ടിയാ മനുഷ്യനെ സൃഷ്ടിച്ചേ? ദൈവത്തിന് വേണ്ടിയാ. നാളെ അതിനെക്കുറിച്ച് കണ്ടു. ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി, ദൈവത്തോട് ചേർന്ന് തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടിയാ ദൈവം സൃഷ്ടിച്ച്. ഞാൻ പറയാറുണ്ടല്ലോ, മത്സ്യത്തിന് വെള്ളത്തിലല്ലാതെ ജീവിക്കാൻ കഴിയാത്തതുപോലെ നമുക്ക് യേശുവിലല്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല. തൈത്തണ്ടിന് ശാഖയോട് ചേർന്ന് നിൽക്കണം, ശാഖ തൈത്തണ്ടിനോട് ചേർന്ന് നിൽക്കണം. തൈത്തണ്ടില്ലാതെ ശാഖയ്ക്ക് അസ്തിത്വമില്ലാത്തതുപോലെ പ്രിയപ്പെട്ട മക്കളെ, എനിക്കും നിനക്കും ദൈവമാകുന്ന യേശുവാകുന്ന തൈത്തണ്ടില്ലാതെ അസ്തിത്വമില്ല. എത്ര മക്കൾക്ക് ഇത് അറിയാം? നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇല്ലാതെ ജീവിക്കാം. ഈ ലോകത്തിൻ്റെ പിന്നാലെ, ജഡത്തിൻ്റെ പിന്നാലെ, സമ്പത്തിൻ്റെ പിന്നാലെ, സൗകര്യത്തിൻ്റെ പിന്നാലെ, കൂട്ടുകെട്ടിൻ്റെ പിന്നാലെ, ലഹരിയുടെ പിന്നാലെ, മദ്യത്തിൻ്റെ പിന്നാലെ ജീവിക്കാം. സ്വാതന്ത്ര്യമുണ്ട്. എന്നാ പ്രിയപ്പെട്ട മക്കളെ, അത് അനീതിയാണ്. ദൈവം, ഓർക്കണേ, ദൈവം നമ്മിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, ദൈവം ഇതെല്ലാം കഴിയുമ്പോൾ ഒരു ജീവിതം ഉണ്ടല്ലോ. നമ്മൾ കണ്ടു, മരണം, തനതുവിധി, ശരീരത്തിൻ്റെ ഉയർപ്പ്, അന്ത്യവിധി, സ്വർഗം, നരകം, നിത്യജീവിതം. ഇത് കഴിഞ്ഞിട്ടൊരു അന്ത്യവിധിയുണ്ട്. ഈ വിധി നീതിയുടെ വിധിയായിരിക്കും. പ്രിയപ്പെട്ട മക്കളെ, നീതിയുടെ വിധി. നമ്മൾ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞാൻ ഓർക്കുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മരണത്തിൻ്റെ ശുശ്രൂഷകളുണ്ടല്ലോ, മരണാനന്തര ശുശ്രൂഷകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ ആബേലച്ചൻ്റെ മൃതസംസ്കാര കർമ്മത്തിൻ്റെ പ്രാർത്ഥനകളും പാട്ടുകളൊക്കെ ഭയങ്കര മനോഹരമാണ്. അപ്പം അതിൽ മൃതസംസ്കാര കർമ്മത്തിൻ്റെ അവസാന ഭാഗത്തിൽ കപ്പ്യാര് ഈ മരിച്ചു കിടക്കുന്ന ആൾക്ക് വേണ്ടി ഇങ്ങനെ പറയും. എന്താ പറയുന്നത്? ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. കണ്ടാ, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഞാൻ, ദൈവത്തിൻ്റെ ദാനമായ എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ലോകത്തെ ചെറുത്തു, ജഡത്തെ ചെറുത്തു, പിശാചിനെ ചെറുത്തു, നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഓടി. എനിക്കൊരു ഓട്ടം പൂർത്തിയാക്കാനുണ്ട്, അതോടി വിശ്വാസം സംരക്ഷിച്ചു. എന്നിട്ട് പറയാണ്, അതിനാൽ നീതിയുടെ വിധിയാളനായ കർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ. അത് കഴിയുമ്പോൾ അച്ഛൻ ചെന്നിട്ട് ആ മുടി വച്ചിട്ട് പറയും, വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യസൗഭാഗ്യത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ എന്ന് ചങ്കുരുകി പ്രാർത്ഥിച്ച് ആ മൃതശരീരത്തിൻ്റെ മേൽ മുടിയൊഴിക്കും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ഭയങ്കര ഒരു അർത്ഥമുള്ള പ്രാർത്ഥനയാണ്. നീതിയുടെ വിധിയാളനായ കർത്താവ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നെയും എന്നെയും വിധിക്കുന്നത് നീതിയോടെ ആയിരിക്കും. നീതിയോടെ. നീതിമാന, അവിടത്തേക്ക് നീതിയുണ്ട്. എന്താണ് നീതി? ദൈവം തന്ന ദാനങ്ങൾക്കനുസരിച്ച്, ദൈവം തന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് ദൈവത്തിന് അർഹതപ്പെട്ട, ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട നിന്റെ ജീവിതത്തെ, എൻ്റെ ജീവിതത്തെ ദൈവകൽപ്പനകൾക്കനുസരിച്ച്, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ഞാൻ ജീവിച്ചോ ഇല്ലയോ എന്നതിനനുസരിച്ച് ദൈവമായ കർത്താവ് നമ്മെ വിധിക്കും. അപ്പം അതുകൊണ്ട് നീതിയുടെ വിധിയാളൻ നീതിയോടെ വിധിക്കും. ചില മനുഷ്യരെങ്കിലും പറയാറുണ്ട്, അതായത് ദൈവം കാരുണ്യവാനാണ്. ചില എന്താ പറയുക യുക്തിവാദികൾ, ചില ആത്മീയാചാര്യന്മാരെ പോലും ചിലത് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, അച്ഛന്മാർ സിസ്റ്റേഴ്സ് പോലും. അങ്ങനെയൊന്നും ദൈവം നമ്മളെ നരകത്തിൽ കൊണ്ടുപോകുന്നില്ല, നരകത്തിൽ പറഞ്ഞു വിടില്ല. ദൈവം കാരുണ്യവാനല്ലേ? കുരിശിൽ നമുക്കിത് ഇതുപോലെ മരിച്ചിട്ട്, ഇതുപോലെ നമ്മെ സ്നേഹിച്ചിട്ട്, ഇതുപോലെ നമുക്ക് വേണ്ടി മുറിവേറ്റിട്ട് നമ്മൾ നരകത്തിൽ പാണ്ടിരിക്കാൻ വേണ്ടിയില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ അങ്ങനെയൊന്നും നരകത്തിൽ വിടില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു തെറ്റായ
ഒരു കരുണയുടെ ചിന്താഗതി ഇന്ന് മനുഷ്യ മക്കളെ ഗ്രസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില പറയും 2 അടിച്ചാലും കുഴപ്പമൊന്നുമില്ല, കർത്താവ് ക്ഷമിക്കും. നമ്മുടെ ചില വീക്ക്നെസ്സൊക്കെ കർത്താവിന് അറിയാൻ പാടില്ല അങ്ങാതി, അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ലെന്നേ. പ്രിയപ്പെട്ടവരെ, തെറ്റായ ഒരു കാരുണ്യത്തിൻ്റെ ഒരു പഠിപ്പിക്കലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 10-11 വചനത്തിൽ നമുക്കറിയാം, ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈശോ കല്ലെറിഞ്ഞ് കൊല്ലാനൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ. അതിനവസാനം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 10-11 തിരുവചനത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഈശോ ആ സ്ത്രീയോട് പറയുന്നൊരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. ഈശോ പറയാണ്, സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ല, അവളെ ആരും കല്ലെറിഞ്ഞില്ല. അവിടെ പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. ഒത്തിരി പാപം ചെയ്തവളാ. മോശയുടെ നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാ. നിയമപ്രകാരം കൊല്ലപ്പെടാനായിട്ട്, വധിക്കപ്പെടാനായിട്ട് നിയോഗിക്കപ്പെട്ടവളെന്ന പോലുള്ള ഈ പെൺകുട്ടിയോട് ദൈവമായ കർത്താവ് കരുണ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അത് കരുണ. ഇനി 2-ാമത്തെ കാര്യമാണ് മക്കളെ, നീതി. അതെന്താണ്? മേലിൽ പാപം ചെയ്യരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ കാരുണ്യം റോമാക്കാർക്ക് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞുണ്ട്, ദൈവത്തിൻ്റെ കാരുണ്യം നിനക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, അത് നിന്നെ എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കാനും അതിനുശേഷം നീതിയുള്ള ജീവിതം ജീവിക്കാനുമാണ്. നമ്മുടെ മനസ്താപ്രകാരം എടുത്തു നോക്കിക്കേ, നമ്മളെന്താ പറയുന്നത്? ഓരോ കുമ്പസാരത്തിന് മുമ്പും എന്താ പറയുന്നത്? ഇനിമേൽ ഒരു പാപം ചെയ്യുന്നതിനേക്കാളും മരിക്കാനും ഞാൻ സന്നദ്ധനാണ്. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി പോയതിനാലും ഞാൻ ഖേദിക്കുന്നു. എന്ന് പറയാ, അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ പോലും ഉപേക്ഷിക്കുന്നുവെന്നും മേലിൽ പാപം ചെയ്യില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എന്നിട്ടാ പറയണേ, നീതിയുടെ വാക്ക പറയുന്നേ, ഇനിമേൽ പാപം ചെയ്യുന്നതിനേക്കാളും മരിക്കാനും ഞാൻ സന്നദ്ധനാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മേലിൽ പാപം ചെയ്യാതെ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുകൊണ്ട് നമ്മൾ നീതിയോടെ ജീവിക്കണം. ദൈവം നമുക്ക് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച്, അവസരങ്ങൾക്കനുസരിച്ച്, പാപമോചനത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും മേലിൽ പാപം ചെയ്യാതെ ദൈവത്തോട് ചേർന്ന് ദൈവകൽപ്പനകൾക്കനുസരിച്ച് നീതിയോടെ നമ്മൾ ജീവിക്കണം. ഈ നരകത്തെക്കുറിച്ചൊക്കെ ഈശോ സ്വർഗത്തെ കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഒറ്റെണ്ണം പോലും നശിക്കാതിരിക്കാൻ വേണ്ടിയാ ഈശോ വന്നേ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വചനം, യോഹന്നാൻ 3:16 നമുക്ക് സുപരിചിതമാണ്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, കണ്ടോ, നശിച്ച് നരകത്തിൽ പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അത് ദൈവത്തിൻ്റെ വലിയ നീതിയാണ്. മനുഷ്യൻ നശിക്കരുത്, ആരും നശിക്കരുത്. അതിനുവേണ്ടി അവനോട് കാണിക്കാവുന്ന എല്ലാ കാരുണ്യവും അവന് ഒരിക്കലും നശിക്കരുത്, അതിനുവേണ്ടി ചെയ്യാവുന്ന എല്ലാം ചെയ്തു. അതാണ് മക്കളെ നീതി. ഇനി എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? നശിച്ചു പോകാതിരിക്കാൻ ആ ഏകജാതനെ ഞാനും നീയും സ്വന്തമാക്കണം. അവൻ്റെ ബലി അവനെ സ്വന്തമാക്കണം. അതാണ് മക്കളെ നീതി. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 19-ാം വചനത്തിൽ ശിക്ഷാവിധിയെ കുറിച്ച് വീണ്ടും പറയാം. യോഹന്നാൻ 3:19 കണ്ടോ, ഇതാണ് ശിക്ഷാവിധി. എന്താണ്? പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. വേദനയോടെ കർത്താവ് പറയാ, ഏകജാതനെ തന്നു അവൻ നശിക്കാതിരിക്കാൻ വേണ്ടി, നരകത്തിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി. എന്നാൽ ആ ദൈവത്തിൻ്റെ കാരുണ്യം,
ആ ദൈവത്തിൻ്റെ നീതിയുടെ സ്നേഹം തിരിച്ചറിയാതെ ഇതാണ് ശിക്ഷാവിധി. മനുഷ്യൻ പ്രകാശം ലോകത്തിലേക്ക് കടന്നു വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു വലിയ അവസ്ഥ ദൈവത്തോട് ചേർന്ന് ജീവിക്കാതെ, ആ പ്രകാശത്തെ സ്വന്തമാക്കാതെ, ഏകരക്ഷകനെ സ്വന്തമാക്കാതെ അവൻ ജീവിച്ചു. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനത്തിൽ കർത്താവ് പറയാ, യോഹന്നാൻ 15:16, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. കണ്ടോ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തു, അവിടുന്ന് നമുക്കെല്ലാം നൽകി. ആ ദൈവത്തോട് ചേർന്ന് നിന്ന് ആ ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിച്ച് ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് ഇടയാകണം. അതാണ് പ്രിയപ്പെട്ട മക്കളെ നീതിയുടെ പ്രവൃത്തി. വീണ്ടും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിന്റെ 44-ഉം 48-ഉം വചനങ്ങൾ, 9:44 അവിടെ പറയുന്നുണ്ട്, നരകത്തെക്കുറിച്ച് പറയാ. കണ്ടോ, ഇരു കൈകളും ഉള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിബന്ധിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇവിടെ എന്താണ് പശ്ചാത്തലം? ദുഷ്പ്രേരണയ്ക്ക് കാരണമാകരുത്. നിന്റെ കണ്ണ് പാപഹേതുവാണോ? ചുടന്നെടുത്ത് കള. കൈ കാല് വെട്ടിക്കള, മുറിച്ചുകള. എന്തിനാ? സ്വർഗത്തിപ്പാൻ. അതാണ് പ്രിയപ്പെട്ട. അവിടെ കൈയും കാലും വെട്ടാനില്ല പറഞ്ഞ, നീ ഒരിക്കൽ പോലും കണ്ണ് ചുഴന്ന് കളയേണ്ടി വന്നാൽ പോലും കുഞ്ഞ് നീതിയുടെ പ്രവൃത്തി ചെയ്യണം, പാപം ചെയ്യരുത്. കൈ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി മുറിച്ച് കളഞ്ഞാലും അതാണ് നീതിയുടെ പ്രവൃത്തി. നീ മുറിച്ച് കളയേണ്ടി വന്നാലും പ്രിയപ്പെട്ട കുഞ്ഞ് പാപം ചെയ്യരുത്. കാല് പാപത്തിലേക്ക് നയിക്കണോ, അത് വെട്ടിക്കളഞ്ഞോ, എന്നാലും പാപം ചെയ്യരുത്. കണ്ടോ, അതാണ് മക്കളെ നീതിയുടെ പ്രവൃത്തി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ എന്ത് സംഭവിക്കും? കെടാത്ത തീ. ഇനി 9:48 നോക്കിക്കേ. അവിടെ കർത്താവ് പറയുന്നുണ്ട്, 9-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വചനം. അവിടെ പറയുന്നത് എന്താണ്? പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാ. കണ്ടോ, ഈശോ ആഗ്രഹിക്കുന്ന നീതിയുടെ പ്രവൃത്തി. ഇന്നിന്റെ കണ്ണ് ഒരു കണ്ണായാലും മതി. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ അതുപോലെ ചെയ്തില്ലെങ്കിൽ പുഴു ചാകാത്ത തീ കെടാത്ത നിത്യനരകത്തിലേക്ക് നീ എറിയപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നരകത്തിലേക്ക് നീ പോകത്തില്ലെന്ന് കരുതരുത്. നമ്മളൊക്കെ നീതിയുടെ ഒരു ജീവിതം ജീവിക്കാൻ കടപ്പെട്ടവരാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, കണ്ണില്ലാതിരുന്നെങ്കിൽ കുറേ ഗുണം കിട്ടിയാനെ. കാരണം പലതും കാണാണ്ടും വഹിക്കാണ്ടൊക്കെ പോവില്ലേ? കണ്ണുള്ളത് പ്രശ്നം. അതും പറഞ്ഞാൽ ആരും കണ്ണൊന്നും കുത്തി കളഞ്ഞേക്കെ കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നീതിയോടെ നമ്മൾ ജീവിക്കണം. എൻ്റെ ദൈവം കണ്ണ് തന്നു, നല്ലത് കാണാൻ, നല്ലത് വായിക്കാൻ. ആ കണ്ണിനെ കൊണ്ട് ഒരിക്കലും പാപം ചെയ്യാതെ ഞാൻ ദൈവത്തോട് വിശ്വസ്തത പുലർത്തണം. അതാണ് നീതി. ദൈവം നീതി ആഗ്രഹിക്കുന്നുണ്ട് മക്കളെ. തോന്നിവാസം ജീവിക്കാനല്ല. അപ്പൊ ശരീരം തന്നു, സൗന്ദര്യം തന്നു, സമ്പത്ത് തന്നു, കഴിവ് തന്നു, ബുദ്ധി തന്നു, വിദ്യാഭ്യാസം തന്നു, സാഹചര്യം തന്നു. ഇതൊന്നും നിന്റെ ഒന്നല്ല. ചില ബുദ്ധിമാന്മാരുടെയൊക്കെ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ അവനേതാണ്ട് കെട്ടിപ്പിടിച്ച് വാങ്ങിച്ച പോലെ ഈ ബുദ്ധി. സൗന്ദര്യവതികളോ ഒത്തിരി സൗന്ദര്യമൊക്കെ ഉള്ളവരാണ് നടക്കേണ്ടി ഞാൻ ഏതാണ്ട് സിനിമാ നടിമാരും സിനിമാ നടന്മാരും അതുമൊക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പാ. എന്തുട്ടെന്നേ പറയണേ? ദൈവം തന്ന ദാനമാ. അത് മറ്റുള്ളവരെ വഴിപിഴപ്പിക്കാനല്ല, മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കാനല്ല. അത് അനീതിയാണ്. ദൈവം നിനക്ക് അധികാരം തന്നു, ദൈവം നിനക്ക് പൗരോഹിത്യ അഭിഷേകം തന്നു, ദൈവം നിന്നെ അപ്പനാക്കി അമ്മയാക്കി ആരോഗ്യം തന്നു, വിദ്യാഭ്യാസം തന്നു. ഇനി നീ നീതിയോടെ പ്രവർത്തിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊരു വിധിയുണ്ട്. അത് നീതിയുടെ വിധിയാളനാകുന്ന കർത്താവിൻ്റെ നീതിയുടെ വിധിയായിരിക്കും. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ഈ ചിന്തകളൊക്കെ നമ്മുടെ ജീവിതങ്ങളുണ്ടല്ലോ, തന്ന ദാനങ്ങൾക്കനുസരിച്ച് നീതിയുള്ള ജീവിതം ജീവിക്കുന്നതിലേക്ക് ക്രമപ്പെടുത്തിക്കോ. ഇനി അധികം നാളൊന്നും ഇല്ലട്ടാ. ഇപ്പൊ ഈ വചനം കേൾക്കണ ആള് നോക്കിക്കോ,
അടുത്ത വർഷം ഇതിൽ കുറേ പേരുണ്ടാവില്ല, മരിച്ചു വന്ന് ഉറപ്പാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നാളെ നീ, ഈ പറയുന്ന ഞാൻ പോലും നാളെ ഉണർന്ന് എഴുന്നേൽക്കുന്ന ഓരോ ഉറപ്പില്ലല്ലോ മക്കളെ, ഓർത്തുക്കി. അതുകൊണ്ട് തന്നെ നീതിയുടെ വിധിയാളനായ കർത്താവിൻ്റെ മുമ്പിൽ ദൈവം, ഇത് ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ എനിക്ക് തോന്നിവാസം ചെയ്യാം. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാനൊന്നും നേടിയിട്ടുമില്ല. എൻ്റെ ദൈവം തന്നു ബുദ്ധി, ദൈവം തന്നു സാഹചര്യം, ദൈവം തന്നു ശരീരം, ദൈവം തന്നു സൗന്ദര്യം, ദൈവം തന്നു എല്ലാം. എന്താ ദൈവം തരാത്തോളെ? പൗലോസ് പറഞ്ഞില്ലേ, അല്ലയോ മനുഷ്യ, ദാനമല്ലാത്തതായിട്ട് എന്തുണ്ട് നിന്റെ ജീവിതത്തിൽ? എല്ലാം ദാനം എന്നിരിക്കെ എന്തിനാടോ സ്വന്തം നമ്മൾ അഹങ്കരിക്കുന്നത്? നീതിയോടെ ദൈവത്തിൻ്റെ ദാനത്തെ അംഗീകരിച്ച് ശരീരത്തെ, കഴിവിനെ, ആരോഗ്യത്തെ, സമ്പത്തിനെ, എല്ലാറ്റിനെയും ദൈവത്തിനു വേണ്ടി ദൈവം പറഞ്ഞ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. കാരണം ദൈവമായ കർത്താവ് നീതിയോടെ വിധിക്കുന്നവനാണെന്നുള്ള സത്യം നമ്മൾ അറിയണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ജീവിച്ചാലും അതിനൊക്കെ നമ്മൾ നീതിയോടെ വിധിക്കുന്ന കർത്താവിന് മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. ഈശോ പറഞ്ഞില്ലേ, നിന്റെ ഓരോ വ്യർത്ഥവാക്കിനും നീ കണക്ക് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ചിന്തയുണ്ടോ? ഇന്ന് മനുഷ്യന്മാർ പല ഇപ്പം ഈ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ അനേകം മക്കളെ കൊന്നൊടുക്കുന്നുണ്ട്. ഒരു കാര്യം ഓർത്തോ, നീതിയോടെ വിധിക്കുന്ന സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ഈ മക്കൾ ചെന്ന് നിൽക്കേണ്ടി വരും. എന്തിനെന്നറിയോ? ആബേലിന്റെ നിഷ്കളങ്കമായ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന പോലെ അനേകം പാവപ്പെട്ട മക്കളുടെ രക്തം തീവ്രവാദികളാല് കഴുത്തറുത്തും വെടിവെച്ചും കൊല്ലപ്പെട്ട, വെടിവെച്ച് വീഴ്ത്തപ്പെട്ട അനേകം മക്കളുടെ രക്തം ഈ തീവ്രവാദികൾക്കെതിരെ, ഈ പൈശാചികമായ തീവ്രവാദത്തിനെതിരെ നിലവിളിക്കുന്നുണ്ട്. ഇനി കഴിഞ്ഞ ദിവസമൊക്കെ ഇസ്ലാമിക തീവ്രവാദവും ഭീകരവാദവും മറ്റ് കൊലപാതകങ്ങളും ഈ ഒത്തിരിയേറെ പൈശാചിന്റെ ഈ എന്താ പറയുക, മയക്കുമരുന്ന് കൊടുത്ത് നശിപ്പിക്കുന്ന, പ്രേമക്കുരുക്കിൽപ്പെടുത്തി നശിപ്പിക്കുന്ന പിശാചിന്റെ ഒരു യുദ്ധം ഉണ്ടല്ലോ. ആ പൈശാചിക പ്രവർത്തികൾക്ക് ഒക്കെ ഒന്ന് ചിന്തിച്ചപ്പോൾ ഓർത്തോക്കെ, സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള തീവ്രവാദികളെ ലോകം മുഴുവൻ ശപിക്കുക. അവരിലൂടെ ചിന്തപ്പെടുന്ന നിഷ്കളങ്കമായ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചിലത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് ഈ വർഗത്തെ അങ്ങോട്ട് ശപിച്ചിട്ടുണ്ട്. സത്യം പറയാം, തുറന്നു പറയാം. ശാപം, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിഷ്കളങ്കന്റെ ശാപം. അതല്ല പറഞ്ഞേ, ശാപം ഏൽക്കരുത്, ശാപം ഇന്ന് ഇങ്ങനെയുള്ള വർഗങ്ങളൊക്കെ ശാപം പേറുക. മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ച ശപിച്ചാണ്ടല്ലോ, ദൈവം അത് ഏറ്റെടുക്കും. അതുകൊണ്ട് ഒരുവന്റെയും ശാപം എന്ന് പറഞ്ഞാൽ അനീതി പ്രവർത്തിക്കുമ്പോൾ ഏതവന്, ഇപ്പം രാഷ്ട്രീയക്കാർ ഈ വക നശിപ്പിക്കുന്ന പ്രവർത്തികളും അല്ലെങ്കിൽ പല പല എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അന്യായമായ പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ, കള്ളക്കടത്ത്, ഒത്തിരിയേറെ പിശാചിന് കൂട്ടി നിൽക്കുന്ന പ്രവൃത്തികൾ, ഇതൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ, പാവപ്പെട്ട നിഷ്കളങ്കൻ കണ്ണീരോടെ ഹൃദയം നൊന്ത് ശപിച്ചാൽ അത് ദൈവസന്നിധിയിൽ നീതിയുടെ വിധി നിനക്കെതിരെ ഉണ്ടാകും. നിഷ്കളങ്ക രക്തത്തിന്റെ നിലവിളി, ഗർഭചിത്രത്തിലൂടെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളി, ലോകത്തില് ദൈവത്തിന്റെ പ്രതികാരം, നീതിയുടെ വിധി ചോദിച്ചു വാങ്ങുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തീവ്രവാദി ഈ സംഘടനകളും പ്രസ്ഥാനങ്ങളൊക്കെ ഞാൻ ഓർക്കുമ്പോൾ, ഈ ലോകത്തിൽ നിങ്ങൾ ഓർത്തേക്ക്, ഈ ലോകത്തിൽ സകലമാന മനുഷ്യരും ഈ വർഗത്തെ ശപിക്കാണ്. കഴുത്തറുത്ത് കൊല്ലണ കാണുമ്പോൾ ഓരോ പിശാചിന്റെ പേരും വിളിച്ച് കഴുത്തറുത്ത് കൊല്ലുന്നു, ഓരോരോ പ്രവർത്തികൾ ചെയ്യുന്നു, വെടിവെച്ച് കൊല്ലുന്നു, കല്ലെറിഞ്ഞ് കൊല്ലുന്നു. അപ്പോൾ ഒരു പേര് വിളിക്കണ്ട്. അങ്ങനെ കൊല്ലുമ്പോ സർവശക്തനായ ദൈവം, നീതിയോടെ ജീവൻ തന്ന കർത്താവ്, ഈ ജീവൻ ആരൊക്കെ അവകാശമുള്ള മക്കളെ? നിനക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമോ? ഒരു തീവ്രവാദിക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ ജീവന, നീതിയുടെ വിധിയാളൻ. ദൈവത്തിന്റെ ജീവനെ നീ വെല്ലുവിളിച്ചാൽ ഉടയവൻ നീതിയോടെ വിധിക്കും. ഞാൻ പറയും, ഒരു കാലഘട്ടം, ദൈവത്തിന്റെ പ്രതികാരത്തിന്റെ കാലഘട്ടം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അധികം ദൂരത്തല്ല. പ്രവചനം പോലെ എടുത്തോ. അതുപോലെ അനീതി പ്രവർത്തിക്കുന്ന മനുഷ്യൻ സകലമാന മേഖലകളിലും, ഞാൻ പറയും തീവ്രവാദം മാത്രമല്ല, ഗർഭചിത്രം,
ഗേ മാരേജ് ദൈവം പറഞ്ഞു ആണും പെണ്ണും കെട്ട്. മനുഷ്യൻ പറഞ്ഞു ആണും കെട്ടും, പെണ്ണും കെട്ടും. എന്ത് നീതി! ഇതിനൊക്കെ നീതിയുടെ വിധിയാളനായ കർത്താവിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ആ വിധിവാചകം കേൾക്കേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും പൗരോഹിത്യത്തിലേക്ക് വിളിച്ചു. ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ, ക്രൂശിതനെ പ്രഘോഷിക്കാൻ. എത്ര പേര് ക്രൂശിതനെ പ്രഘോഷിക്കുന്നുണ്ട്? ഭയങ്കര പ്രസ്ഥാനങ്ങള്. പ്രിയപ്പെട്ടവർ, അനീതി നീതിയുടെ വിധിയാളൻ വിധിക്കും. വിശ്വാസത്തിന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി സഭ നിലകൊള്ളേണ്ടടുത്ത് സഭ അധികാരികൾ നിലകൊള്ളുന്നില്ലെങ്കിൽ നീതിയുടെ വിധിയാളനായ കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. കുടുംബത്തില് നിനക്കൊരു മകനെ തന്നു, മകളെ തന്നു, അപ്പനെ തന്നു, അമ്മയെ തന്നു. മക്കളെ സ്നേഹിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ കണ്ണീര് വീഴ്ത്തരുത്. അത് നീതിയാ. അതിനൊക്കെ അപ്പന്റെ കണ്ണീര്, അമ്മയുടെ കണ്ണീര് ശാപം. കഴിഞ്ഞ ദിവസം അമ്മച്ചി പറയാ, എൻ്റെ അച്ഛ എൻ്റെ മോനെന്നെ തല്ലി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശാപത്തിൻ്റെ കണ്ണീര് അമ്മയുടെ വീണുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന മാതാപിതാക്കളെ ബഹുമാനിക്കുക, ദൈവം തന്ന പൗരോഹിത്യത്തെ വിലമതിക്കുക, ഉത്തരവാദിത്വത്തെ വിലമതിക്കുക. അധികാരം, ഈ രാഷ്ട്രീയ അധികാരം ഞാൻ ഓർക്കാണ്, ഇന്ന് പല രാഷ്ട്രീയ അധികാരികളൊക്കെ ചെയ്യുന്ന പ്രവൃത്തി സ്വന്തം കാശുണ്ടാക്കുക, കോടീശ്വരന്മാരായിട്ട് മാറുന്നു. അനീതി, ചതി, വഞ്ചന, ഇതൊക്കെ ഇവിടെ രക്ഷപ്പെടാൻ പറ്റും. ഇവിടെ കോടികൾ ഉണ്ടാക്കും, ഇവിടെ നീ സൗകര്യം കൂട്ടും, ഇവിടെ വീട് പണിയും, ബാറ് നടത്തി കാശുണ്ടാക്കും, മക്കളെ പഠിപ്പിക്കും. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, ഏറിയാൽ 70 അല്ലെങ്കിൽ 80 മാത്രമുള്ള ഈ ലോകത്തില് നീ എന്തൊക്കെ ഉണ്ടാക്കിയാലും അവസാനം നീതിയുടെ വിധിയാളനായ കർത്താവിന് മുമ്പിൽ അവൻ്റെ നീതിയുടെ സ്വരം ഞാനും നീയും ഈ ലോകത്തിലെ സകലമാന മക്കളും കേൾക്കേണ്ടി വരും. ഈ തിരിച്ചറിവുള്ളത് കൊണ്ടാ വിശുദ്ധരും രക്തസാക്ഷികളുമൊക്കെ എത്രമാത്രം അനീതി ഏൽക്കേണ്ടി വന്നപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷമിച്ച് മരിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ത്യവിധി ദിവസം ഈ നീതിമാന്മാരുടെ നിഷ്കളങ്ക രക്തം ആരാണോ അവരെ കൊന്നേ അവർക്കെതിരെ നിലവിളിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ കർത്താവിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അവിടുന്ന് ഈ അവസ്ഥ, ഇനി ഇങ്ങനെ പാപാവസ്ഥയിലാണെങ്കിലും ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് ഒരു വലിയ അഭിഷേകം എന്നറിയോ, നമുക്ക് മാനസാന്തരപ്പെടാം. ഇനി വേറൊരു കാര്യം കൂടി നീതിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമുക്കുണ്ടെന്നുള്ളതാ മറ്റൊരു തലം. എന്താണ്? നമുക്ക് മാനസാന്തരപ്പെടാം. കൂദാശകളുണ്ട്. പാപം ചെയ്താൽ നമുക്ക് പോയി കുമ്പസാരിക്കാം. എത്രമാത്രം വലിയ പാപിയാകട്ടെ, ദൈവം വീണ്ടും ഒരു നീതിയുടെ കരുണ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താ പറഞ്ഞേ? നിന്റെ പാപം രക്തവർണ്ണമാണേലും മഞ്ഞുപോലെ വെളുപ്പിക്കും. ഇനിമേൽ നിന്റെ പാപം ഓർക്കാത്ത വിധം ദൈവം നിന്നോട് വീണ്ടും കരുണ കാണിച്ചേക്ക. അപ്പോൾ വീണ്ടും നമുക്ക് ബാധ്യത കൂടുക. കാരണം കുമ്പസാരിച്ചു, ദൈവത്തിലേക്ക് എടുത്തു വീണ്ടും. അതുകൊണ്ടാണ് പത്രോസ്ലീഹ തൻ്റെ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 20-21 വചനം അവിടെ ഒരു വലിയ കാര്യം പറയാം. വായിച്ചാൽ നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. കണ്ടോ മക്കളെ? വീണ്ടും പറയാ കാരണം. അതുകൊണ്ട് വായിക്കണം. കാരണം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത്, കണ്ടോ, നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു. നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒരു നീതിയുടെ വഴിയുണ്ട്. ആ വഴി അറിഞ്ഞു, അവിടെ നമ്മോട് കരുണ കാണിച്ചു, അവിടെ നമുക്ക് വേണ്ടി മരിച്ചു, പാപമേറ്റെടുത്തു, സ്വർഗത്തിന് വേണ്ടി എന്തൊക്കെ വേണോ അതിനൊക്കെ വേണ്ടി ദൈവം നമ്മെ അഭിഷേകം ചെയ്തു. മരണം വരെ, മരിക്കണ നിമിഷം വരെ എനിക്കും നിനക്കും ദൈവത്തിൻ്റെ കരുണ സ്വന്തമാക്കാൻ സാധിക്കും. വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞില്ലേ, മനുഷ്യൻ്റെ
അവസാനത്തെ പ്രതീക്ഷയായിട്ട് ഞാൻ നിനക്ക് നൽകുകയാണ് കരുണയുടെ തിരുനാൾ. കരുണയുടെ തിരുനാൾ, ഡിവൈൻ മേഴ്സി സൺഡേ. ദൈവകരുണയുടെ വലിയ സന്ദേശങ്ങൾ നമുക്ക് നൽകി. 3 മണി സമയം കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ എത്രമാത്രം പാപിയാകട്ടെ, ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കാരുണ്യത്തിൽ ശരണപ്പെടുന്നതിനുള്ള ഏറ്റവും വലിയ അവകാശം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ അവസാനത്തെ പ്രതീക്ഷയായിട്ട് ദൈവമായ കർത്താവ് ഈ കരുണയുടെ സന്ദേശങ്ങൾ നൽകി. പൂർണ്ണ ദണ്ഡവിമോചനം നൽകിക്കൊണ്ട് ദൈവകരുണയുടെ തിരുനാൾ പുതു ഞായറാഴ്ച ദൈവം നമുക്ക് നൽകി. അല്ലാതെയും പല അഭിഷേകത്തിലൂടെ ദണ്ഡവിമോചനം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനിയും കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്യാനുള്ളത്? നിങ്ങൾ പറ. ഇതുപോലെ കരുണ കാണിച്ച് എല്ലാം നൽകിയിട്ടും അതൊക്കെ നശിപ്പിച്ച് തകർത്ത് എല്ലാം ഇല്ലാതാക്കി ആഭാസത്തിലും മ്ലേച്ഛതയിലും അശുദ്ധിയിലും അക്രമത്തിലും കൊലപാതകത്തിലും വ്യഭിചാരത്തിലും മ്ലേച്ഛതയിലും ഒക്കെ ജീവിച്ചിട്ടും ഈ കരുണ നമുക്ക് കർത്താവ് നൽകി, കുമ്പസാരം നൽകി. പോരാ, ജീവൻ നൽകുന്ന ദിവ്യ കാരുണ്യമായ ഈശോയെ തന്നെ നമുക്ക് തന്നു. മക്കളെ, ഇതെല്ലാം തന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് കർത്താവിന് സ്വന്തമാക്കാതെ പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ, സ്വർഗത്തിൽ പോകാൻ എന്തെങ്കിലും അവകാശമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ദൈവമായ കർത്താവ് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് നമ്മെ വിധിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട വേറൊന്നുമല്ല മക്കളെ, നമ്മൾ ഈശോയിലേക്ക് ഓടിയണയ. എത്ര പാപി ആകട്ടെ ഇതുവരെ. അതാണ് പൗലോസ് പറഞ്ഞ, ഇതാണ് സ്വീകാര്യമായ സമയം, ഇതാണ് രക്ഷയുടെ സമയം. ഈ സ്വീകാര്യമായ സമയം എന്താണ്? സ്വീകാര്യമായ സമയം നീയും ഞാനും ഇപ്പം ജീവനോടെ ഇരിക്കേണ്ടത്. അതാണ് ഏറ്റവും വലിയ സ്വീകാര്യമായ സമയം. ഈ ജീവനുള്ളത് കൊണ്ട് ഇപ്പോൾ നാളെ ഉണ്ടെന്ന് അറിയത്തില്ല. അടുത്ത നിമിഷം ഈ ശ്വാസം മരിക്കാൻ എനിക്ക് പറ്റുമെന്നറിയത്തില്ല. അപ്പോൾ ഈ സമയത്ത്, ദിസ് മോമെന്റ്, ഈ നിമിഷം ഞാൻ എൻ്റെ കർത്താവിലേക്ക് അടുക്കുക. പാപങ്ങളെ വിട്ടുപേക്ഷിക്കുക, ശക്തമായ തീരുമാനമെടുക്കുക. എൻ്റെ കർത്താവിൻ്റെ കൂടെ ജീവിക്കും, എൻ്റെ കർത്താവിന് മാത്രമായി ജീവിക്കും. അവിടുന്ന് എനിക്ക് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് രക്ഷാകരമായ കർത്താവിൻ്റെ കാരുണ്യ പ്രവൃത്തികളെ സ്വന്തമാക്കി എൻ്റെ ദൈവം നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് എൻ്റെ ജീവിതത്തെ ദൈവത്തിന് അർഹതപ്പെട്ടതായതുകൊണ്ട്, ദൈവത്തിന് അവകാശപ്പെട്ടതായതുകൊണ്ട് ഇനിമേൽ തമ്പുരാനു വേണ്ടി മാത്രം ഞാൻ ജീവിക്കുമെന്ന് ഉറച്ച തീരുമാനമെടുക്കുവാനായിട്ട് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് സാധിക്കും. ഒരു വലിയ അഭിഷേകം നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. വീണ്ടും വീണ്ടും അച്ഛൻ പറയാ, നമ്മൾ മരിക്കണവരെ കാരുണ്യമുണ്ട്. എപ്പോഴാണ് മരിക്കണം എന്നറിയാൻ പാടില്ലാത്തത് കൊണ്ട് നമുക്ക് ഉറപ്പുള്ള സമയം എപ്പോഴാ? ഈ സമയമാണ്. അതുകൊണ്ട് നാളെ എന്ന് നീട്ടിക്കൊണ്ട് പോകരുത്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതല്ലേ പ്രഭാഷണ പുസ്തകം 15-ാം അധ്യായത്തിൽ 15 മുതൽ 17 വരെ തിരുവചന ഭാഗം അവിടെ പറയുന്നുണ്ട്. പ്രഭാഷണ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 15, 16, 17 തിരുവചനം. ദൈവമായ കർത്താവ് പറയുക, മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, തീരുമാനം നിന്റേതാ, എൻ്റെതാ. നിന്നെ രക്ഷിക്കുവാൻ, എന്നെ രക്ഷിക്കുവാൻ ദൈവം പോലും വിചാരിച്ചാൽ നടക്കത്തില്ല. കാരണം എന്താ? എനിക്കും നിനക്കും സ്വാതന്ത്ര്യമുണ്ട്, ജീവനും മരണമുണ്ട്. മനസ്സ് വച്ചാൽ കൽപ്പന പാലിക്കാൻ പറ്റും. പക്ഷെ ദൈവനീതിയോടെ വിധിക്കും. ഇതിൽ പരം ദൈവം ഒന്നും തരാനില്ല. കൽപ്പനകൾ നൽകി പാപത്തിൽ വീണിട്ട് രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് തന്നെ വന്നു, പാപമേറ്റെടുത്തു, രക്തം ചിന്തി, മരിച്ചു. നമുക്ക് വേണ്ടി പാപത്തെ പരാജയപ്പെടുത്തി, പിശാചിനെ പരാജയപ്പെടുത്തി. ആ കർത്താവിനെ നമ്മൾ സ്വന്തമാക്കണം. ചില ആൾക്കാർ പറയും ഗ്ലോറിയസ് ഗോസ്പൽ. എന്താണ്? ഈശോ കുരിശിൽ മരിച്ചു, അതുകൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു, സ്വർഗത്തിലിരിക്കാന്ന് പറയണേ. നെവർ. ഈശോ കുരിശിൽ മരിച്ചതുകൊണ്ട് തന്നെ ആ കർത്താവിൻ്റെ കുരിശു മരണത്തെ സ്വന്തമാക്കി എടുക്കാൻ എനിക്കും നിനക്കും ഉത്തരവാദിത്തമുണ്ട്. എന്താണ് ഈശോ പറഞ്ഞില്ലേ? സുവിശേഷം ആരംഭിച്ചപ്പോൾ തന്നെ ഈശോ എന്താ പറഞ്ഞേ? മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോ തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ദൈവരാജ്യം ഇതാ സംസ്ഥാപിതമാക്കി. ഇനി എൻ്റെയും നിന്റെയും ഉത്തരവാദിത്തം എന്താണ്?
മാനസാന്തരപ്പെട്ട് അനുതപിച്ച് പാപങ്ങളെ വിട്ടുപേക്ഷിച്ച് നീതിയുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ആ ദൈവരാജ്യമാകുന്ന ക്രൂശിതനിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഞാനും നീയും ചെയ്യേണ്ടത്. ഇതെല്ലാം നൽകിയിട്ടും, ഇതെല്ലാം നമുക്ക് വേണ്ടി മഹാവിരുന്ന് പോലെ ഒരുക്കിയിട്ടും ആ വിരുന്നിലേക്ക് നമ്മൾ വായിക്കുന്നല്ലേ, വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞുപോയി. കർത്താവ് അവരോട് ചെയ്ത പ്രവൃത്തി, പ്രിയപ്പെട്ട മക്കളെ, വിരുന്ന് നമുക്ക് നൽകി. ഇനി നമ്മുടെ ഉത്തരവാദിത്വമാണ് വിവാഹ വസ്ത്രം ധരിച്ച്, വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, അത് ഇപ്പോൾ തുടങ്ങണം. സ്വർഗം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും മരിച്ച് അപകടകരമായിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ആക്സിഡന്റിലായിട്ടെ വന്ന് കിട്ടുന്ന ഒന്നല്ല സ്വർഗം. അതെൻ്റെയും നിൻ്റെയും നീതിയുള്ള ജീവിതത്തിൻ്റെ, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു, എൻ്റെ കർത്താവിനോട് ചേർന്ന്, എൻ്റെ കർത്താവിനോട് തൈത്തണ്ടിനോട് ശാഖയെന്ന പോലെ ചേർന്ന് നിന്ന് ഞാൻ ജീവിച്ചു, ഞാൻ വളർന്നു, ഞാൻ ഫലം പുറപ്പെടുവിച്ചു. താലന്തുകളെ വർദ്ധിപ്പിച്ചതിൻ്റെ ആത്മവിശ്വാസത്തോടെ, കരുത്തോടെ, നീതിയുടെ വിധിയാളനായി കർത്താവിന് മുമ്പിൽ മരിച്ച് ഉറങ്ങി വിശ്രമിച്ച് അറപ്പി ഉയർത്തെഴുന്നേറ്റ് അന്ത്യവിധി സമയം കർത്താവിന് മുമ്പിൽ ആത്മവിശ്വാസത്തോടെയും ആണത്വത്തോടെയും, ദൈവമേ നീ തന്ന ദാനങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിച്ചു എന്ന് പറയത്തക്ക വിധം നീതിയുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ സാധിക്കണം. മക്കളെ, ദൈവം നീതിയോടെ വിധിക്കുന്നവനാണ്, ദൈവം നീതി പ്രവർത്തിക്കുന്നവനാണ്, ദൈവം നീതി പ്രതീക്ഷിക്കുന്നവനാണ്, ദൈവം നീതിയോടെ വിധിക്കും. ആ നീതിയുടെ വിധിവാചകം കേൾക്കുമ്പോൾ ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല മക്കളെ. ഇപ്പം ആരെയും പറ്റിക്കാം, ലോകത്തെ പറ്റിക്കാം, ജനങ്ങളെ പറ്റിക്കാം, സഭയെ പറ്റിക്കാം, സഹോദരങ്ങളെ പറ്റിക്കാം, അപ്പനെ അമ്മേനെ പറ്റിക്കാം, ലോകത്തെ മുഴുവൻ പറ്റിക്കാം. പക്ഷേ എല്ലാം കാണുന്ന കർത്താവിനെ പറ്റിക്കാൻ, അവൻ്റെ നീതിയുടെ വിധിയുടെ മുമ്പിൽ ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് സ്വർഗത്തിൽ പോകാൻ എനിക്ക് നിനക്കുമാകത്തില്ല. സ്വർഗത്തിൽ പോണോ? സ്വർഗത്തിൽ പോണോ? ഒറ്റ വഴി. യേശു പറഞ്ഞില്ലേ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. യേശുവിനെ സ്വന്തമാക്കുക, യേശുവാകുന്ന വചനത്തെ സ്വന്തമാക്കുക, വിശുദ്ധ കുർബാനയിലൂടെ അവനോട് ഐക്യപ്പെടാൻ മനസാന്തരപ്പെടുക, കുമ്പസാരിക്കുക, ഈശോയെ സ്വീകരിക്കുക, അവനോടൊന്നായി ചേർന്ന് ഈ ലോക നൈമിഷിക ജീവിതം വിശുദ്ധിയിലും വിശ്വസ്തതയിലും നീതിയുള്ളതാക്കി തീർക്കുക. ഉറപ്പ്, നമുക്ക് അവനോടൊപ്പം സ്വർഗത്തിൽ എന്നും വസിക്കാൻ സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വലിയ തീരുമാനത്തോടും പിന്നെ ഇതിന് അഭിഷേകം വേണം. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ആരാധനയിൽ നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന 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 സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു മിശിഹായെ അങ്ങേ ആരാധിക്കുന്നു ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു മിശിഹായെ അങ്ങേ ആരാധിക്കുന്നു സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു പരിപാലക അങ്ങേ ആരാധിക്കുന്നു
സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു, പരിപാലക അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ഒറ്റ വിളിയേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന നല്ല തമ്പുരാനെ പൂർണ്ണ ഹൃദയത്തോടെ നന്ദിയോടെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെല്ലാം നൽകിയ കർത്താവാണ് ഈശോ. എല്ലാം അവനിലൂടെ ഉണ്ടായി, അവനിലൂടെ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. വചനം മാംസം ധരിച്ചു, എല്ലാം വചനത്തിലൂടെ ഉണ്ടായി. എല്ലാം നൽകിയ കർത്താവ്, നമുക്ക് വേണ്ടതൊക്കെ നൽകിയ കർത്താവ്, ജീവൻ നൽകിയ കർത്താവ്, ശരീരം നൽകിയ കർത്താവ്, നമുക്ക് അവയവങ്ങൾ നൽകിയ കർത്താവ്, നമുക്ക് കഴിവുകൾ നൽകിയ കർത്താവ്, കുടുംബം നൽകിയ കർത്താവ്, മാതാപിതാക്കൾ നൽകിയ കർത്താവ്, ആരോഗ്യം തന്ന കർത്താവ്, ബുദ്ധി, കഴിവ്, സമ്പത്ത് എല്ലാം നൽകിയ കർത്താവ്. നമ്മൾ പാപം ചെയ്തപ്പോൾ പാപങ്ങൾ ക്ഷമിച്ച് നമ്മോട് കരുണ കാണിച്ച കർത്താവ്, ദിവ്യ കാരുണ്യമായിട്ട് നമ്മുടെ കൂടെ വസിക്കുന്ന കർത്താവ്, ജീവന്റെ അപ്പമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വന്ന് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെന്ന് പറഞ്ഞ് എത്ര വട്ടമാ മക്കളെ ഈശോ നമ്മളിലേക്ക് വന്നത്. ഇതിൽ പരം ഈ പാവപ്പെട്ട ഈശോ നമുക്ക് വേണ്ടി എന്താ ചെയ്യാനുള്ള മക്കളെ? നമുക്ക് വേണ്ടി എന്താ ചെയ്യാനുള്ള? എന്നാൽ പ്രിയപ്പെട്ട ഈശോയെ, ഞങ്ങൾ അങ്ങയെ മറന്ന് ജീവിച്ചു, അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു. ഇന്ന് ലോകത്തിന് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, സഭയ്ക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു, പൗരോഹിത്യത്തിന് വേണ്ടി മാപ്പ് ചോദിക്കുന്നു, കുടുംബങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു, നീതിയോടെ ജീവിച്ചില്ല, ഞങ്ങൾ അങ്ങയെ അനുസരിക്കാതെ, വചനം അനുസരിക്കാതെ, അങ്ങയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ യേശുവേ അങ്ങയെ തിരസ്കരിച്ച് ജീവിച്ചു. ഈശോയെ, ഒരു അനുസരണക്കേടിന്റെ ദുരാത്മാവ്, അനീതിയുടെ ദുർഭൂതം ഇന്ന് ഞങ്ങളുടെ സമൂഹത്തിലുണ്ട്. അങ്ങയെപ്പോലും മാറ്റിവെച്ച് ജീവിക്കാന് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു. ഈശോയെ, അങ്ങയെ വേണ്ടാത്ത പോലെ ദേവാലയം വേണ്ട, കൂദാശകൾ വേണ്ട, പ്രാർത്ഥന വേണ്ട, ദൈവവചനം വേണ്ട. ഈശോയെ, എന്തൊരു അനീതിയാ ഞങ്ങൾ ചെയ്യുന്നത്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിങ്കിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കും, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കും. പിശാച് ഈ സത്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അനീതിയോടെ പെരുമാറുവാൻ, ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ, എല്ലാം തന്ന കർത്താവിനെ പോലും ഉപേക്ഷിക്കാൻ ഇന്ന് ലോകത്തെ മനുഷ്യ മക്കളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ആ പിശാചിനെ നമുക്ക് ഈശോയുടെ നാമത്തില് നമ്മിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ സഭയിൽ നിന്ന്, ഈ ലോകം മുഴുവനിൽ നിന്ന് ഈശോയുടെ നാമത്തില് ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി കർത്താവിന്റെ നാമത്തില് പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച്, അനീതിയുടെ അനുസരണക്കേടിന്റെ ദുരാത്മാക്കളെ ബഹിഷ്കരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് അനുസരണക്കേടിന്റെ അനീതിയുടെ ദുരാത്മാക്കളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. അഹങ്കാരത്തിന്റെ, അനീതിയുടെ, അനുസരണക്കേടിന്റെ അരൂപികളെ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. നിർവീര്യമാകട്ടെ,
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഒറ്റ വിളിയാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ ആത്മാവേ ആത്മാവേ. ലോകം മുഴുവനും നീതിയുടെ ആത്മാവ് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ബോധ്യം നൽകിക്കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് എല്ലാ മക്കളിൽ നിറയട്ടെ, ലോകരാജ്യങ്ങളിൽ നിറയട്ടെ, രാഷ്ട്രീയ അധികാരികൾ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, മാർപ്പാപ്പ കർദ്ദാൽമാര് മെത്രാന്മാര് പുരോഹിതന്മാര് സമർപ്പിതരിൽ നിറയട്ടെ. തീവ്രവാദികളിൽ നീതിയുടെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ശാപത്തിന്റെ ശക്തികൾ നിർവീര്യമാകട്ടെ. കർത്താവേ, നിന്റെ ജീവനെ തൊടാൻ ആർക്കും അവകാശമില്ല. അവകാശമില്ലാത്തതിനെ തൊട്ട് ശാപം പേറുന്ന പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നിർവീര്യമാകട്ടെ, നിർവീര്യമാകട്ടെ. സ്വയം വലിയ വിടുതൽ ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നീതിയുള്ള മക്കളായി ജീവിക്കട്ടെ. അങ്ങയുടെ നീതിയുടെ മുമ്പിൽ ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ വന്ന് നിൽക്കേണ്ടി വരുമ്പോൾ ആത്മവിശ്വാസത്തോടെ കർത്താവെ നിൽക്കാനുള്ള കൃപ ലഭിക്കണം. അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു, കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു, പുരോഹിതരെ സമർപ്പിക്കുന്നു, സന്യസ്തരെ സമർപ്പിക്കുന്നു, സഭയെ സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു, നാനാജാതി മതസ്ഥരെ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന് മുമ്പിൽ നമുക്കൊരു ശക്തമായ തീരുമാനമെടുക്കാം. ഈശോ പറഞ്ഞില്ലേ, എല്ലാം നൽകിയ കർത്താവ് നമ്മുടെ ഈശോ. ഇനി എന്താ മക്കളെ ഈശോ നമുക്ക് തരാനുള്ള? ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് ഇനി ഒന്നും തരാനില്ല, അങ്ങയെ തന്നെ തന്നു, അതിൽ കൂടുതൽ എന്താ തരിക? ജീവൻ നൽകി, അങ്ങയുടെ ശരീരം നൽകി, അങ്ങയുടെ രക്തം നൽകി, ലോകാവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഈ ദിവ്യകാരുണ്യത്തിലൂടെ അങ്ങ് ഞങ്ങളുടെ കൂടെ എന്ന് വസിക്കുന്നു. അങ്ങയോട് ചേർന്ന് ഞങ്ങൾ ജീവിക്കേണ്ട ജീവിതം തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ അങ്ങയോട് ഞങ്ങളൊന്ന് ചേർന്ന് നിന്നാൽ മതി. ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അത്രയെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കും. അങ്ങയുടെ കൃപയുടെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപയിൽ ഞങ്ങൾ വളരും. ഞങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. അത്ര ഒന്ന് ചെയ്താൽ മതിയല്ലോ ഈശോയെ. ഞങ്ങള് അതുപോലെ ചെയ്യാതെ തന്നിഷ്ടം പോലെ ജീവിക്കുന്നവരാ പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തില്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് മദ്യപാനത്തിൽപ്പെട്ട്, ജഡിക സുഖത്തിൽപ്പെട്ട്, പല പല പാപസുഖത്തിൽപ്പെട്ട് അങ്ങയോട് ബന്ധമില്ല, അങ്ങയോട് ചേർന്ന് നിൽക്കുന്നില്ല, കുംഭസാരമില്ല, വിശുദ്ധ കുർബാനയില്ല, കുടുംബ പ്രാർത്ഥനയില്ല. അതൊരു വശത്ത്. വിളിക്കപ്പെട്ട വിളിയോട് വിശ്വസ്ത പുലർത്താതെ ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തത, വിവാഹമോചനത്തിനു വേണ്ടി ശ്രമിക്കുന്ന മക്കള്, പൗരോഹിത്യത്തിൽ വിളിക്കപ്പെട്ടിട്ട് ക്രൂശിതനായ അങ്ങയെ പ്രഘോഷിക്കാതെ, അങ്ങയുടെ വചനം പ്രഘോഷിക്കാതെ, ഈശോയെ ലോകത്തിന്റെ വ്യാപാരികൾ പെട്ടുപോയ അഭിഷിക്തരും സമർപ്പിതരും, നീതിയില്ലാത്ത മക്കള്, കർത്താവേ
ഒത്തിരിയേറെ പാപത്തിൽ പെട്ടുപോയ പൗരോഹിത്യ മേഖല, ലോകസുഖത്തിന്റെ പിന്നാലെ, ജഡിക സുഖത്തിന്റെ പിന്നാലെ, മദ്യത്തിന്റെ പിന്നാലെ, വ്രതബദ്ധമായ ജീവിതത്തിന്റെ ലംഘനങ്ങളിലൂടെ ജീവിക്കുന്ന മക്കൾ, ഈശോയെ നീതിയില്ലാതെ ജീവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. നീതിയില്ലാത്ത രാഷ്ട്രീയ അധികാരികൾ ചതിച്ചും പറ്റിച്ചും വഞ്ചിച്ചും കാശുണ്ടാക്കി കള്ളക്കടത്തിലൂടെയും മറ്റും കമ്മീഷൻ വാങ്ങിച്ച് കർത്താവേ നീതിയില്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്ന അനേക മക്കള്, നീതി എവിടെ കർത്താവേ? നീതിയില്ലാത്ത ഈ ലോകത്തിലേക്ക് കർത്താവേ അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരു തീരുമാനമെടുക്കാം. ലോകത്തിനു വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, പൗരോഹിത്യത്തിന് വേണ്ടി, സന്യാസ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനമെടുക്കാം. ഈശോയുടെ കൂടെ ഞാൻ ജീവിക്കും. ലോകത്തിലേക്ക് ഞാൻ പോകത്തില്ല. ജഡിക സുഖങ്ങൾക്ക് ഞാൻ പോകത്തില്ല. അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു, എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, സഭയെ സമർപ്പിക്കുന്നു, പൗരോഹിത്യത്തെ സമർപ്പിക്കുന്നു, സമർപ്പണ ജീവിതത്തെ സമർപ്പിക്കുന്നു, നാനാജാതി മതസ്ഥരെ സമർപ്പിക്കുന്നു, രാഷ്ട്രീയ അധികാരികളെ സമർപ്പിക്കുന്നു, തീവ്രവാദികളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കൽപ്പന ലംഘിച്ച് കൊന്നു കൊലവിളിച്ചും നശിപ്പിച്ചും ജീവിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൂടെ ജീവിക്കാൻ വലിയ തീരുമാനത്തോടെ ഇതാ ഞങ്ങൾ ലോകം മുഴുവനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ഞാൻ തീരുമാനിക്കുന്നു. കർത്താവേ, യേശുവിൻ്റെ പിന്നാലെ ഞാൻ തീരുമാനിച്ച് പ്രാർത്ഥിക്കും മക്കളെ. പോകുവാൻ ആത്മാവിൽ തീരുമാനിക്കും മക്കളെ. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കൊരൽപ്പവും പാപത്തെക്കാൾ മരിക്കാനും തീരുമാനിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ ഞാൻ രാത്രിയിൽ പ്രാർത്ഥിക്കും. പോകുവാൻ ആത്മാവിൽ മക്കളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ. തീരുമാനത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. മക്കൾക്ക് വേണ്ട അഭിഷേകം, ശക്തി, ധൈര്യം നൽകണമേ. എന്റെ പിന്നിൽ ലോകമാണ്, എന്റെ മുന്നിൽ ക്രൂശതും കുരിശുകളുമുണ്ട്. എങ്കിലും എന്റെ പിന്നിൽ ലോകമാണ്, എന്റെ മുന്നിൽ ക്രൂശതും തീരുമാനം എന്തു വന്നാലും പിന്നിലേക്കൊരൽപ്പവും പറഞ്ഞ മക്കളെ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കൊരൽപ്പവും. ഈശോയെ, അങ്ങയുടെ മക്കളെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെ അവിടുന്ന് സകല പാപങ്ങളോടും അകൃത്യങ്ങളോടും കൂടെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ മേലുള്ള ശാപങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. അതിലൂടെ സാത്താന് എന്തെങ്കിലും നിയമപരമായ അവകാശങ്ങൾ ഞങ്ങളിലോ, ഞങ്ങളിലൂടെ, ഞങ്ങളുടെ കുടുംബത്തിലോ, ഇനി ഏതെങ്കിലും മക്കളിലേക്കോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, മണ്ണിലേക്കോ വീട്ടിലേക്കോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈശോയെ അതെല്ലാം അങ്ങ് നിർവീര്യമാക്കണമേ. ഈശോയെ, അങ്ങയുടെ സ്വന്തമായിട്ട് ഞാനും ഞങ്ങളുടെ കുടുംബവും മാറട്ടെ. കർത്താവേ, അങ്ങയുടെ നീതിക്കനുസരിച്ച് വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും മക്കളെ. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നിന്റെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും കർത്താവേ അങ്ങയുടെ സ്വന്തമായി ജീവിക്കാൻ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പനെ, എൻ്റെ അമ്മയെ, എൻ്റെ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഭർത്താവിനെ, ഭാര്യയെ, അമ്മായി അമ്മയെ, മരുമകളെ ഈശോയെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ മാത്രമായി ജീവിക്കട്ടെ. അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കട്ടെ. അതോടൊപ്പം തന്നെ മക്കളെ ലോകം മുഴുവനെ സമർപ്പിക്കി, സഭയെ സമർപ്പിക്കി. പുരോഹിതര് കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നവരായി തീരട്ടെ. സമർപ്പിതര് കർത്താവിന് സ്വന്തമായി തീരട്ടെ. രാഷ്ട്രീയ അധികാരികള്, എല്ലാ മാർപ്പാപ്പ മുതലുള്ള അധികാരികള്
നമ്മുടെ മെത്രാന്മാര്, സീറോ മലബാർ സഭയിലെ അധികാരികള്, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേക അവസ്ഥയിൽ ക്രൈസ്തവ സമൂഹങ്ങൾ എല്ലാം ഈശോയുടെ സ്വന്തമായി ജീവിക്കാൻ കർത്താവേ കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ, ശക്തി നൽകണമേ. വലിയ പ്രാർത്ഥനയോടെ കർത്താവിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമല്ലോ. അന്ത്യം വരെ ആ ചൂടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി യേശുവിൻ്റെ കൂടെ മതി. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോടു ചേർന്നൊന്നിരുന്ന ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോടു ചേർന്നൊന്നിരുന്ന ഭയമില്ലേ. അന്ത്യം വരെ ആ ചൂടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി യേശുവിൻ്റെ കൂടെ മതി. ഈശോയെ, എല്ലാ കൃപകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശപിക്കപ്പെട്ട മണ്ണില്, ഈ ജഡമായി പോയ ശരീരത്തില് ഞങ്ങളെ എപ്പോഴും നശിപ്പിക്കാൻ വേണ്ടി ആലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് നടക്കുന്ന സാത്താന്റെ ആക്രമണത്തിലായിരിക്കുന്ന ഞങ്ങൾ എന്നും അങ്ങയോട് കൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈശോയെ. കർത്താവേ, സ്വർഗം കണ്ട് ഞങ്ങൾ ജീവിക്കട്ടെ. അങ്ങയുടെ നീതിയുടെ ചിന്തകൾ ഞങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കട്ടെ. അങ്ങ് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് നന്ദിയുള്ളവരായി ജീവിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ ഈശോയെ. അവസാനം അങ്ങയുടെ മുമ്പിൽ അങ്ങ് രണ്ടാമത് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ നീതിവിധിയുടെ സമയത്ത് അങ്ങയുടെ മുമ്പിൽ കർത്താവേ ആത്മവിശ്വാസത്തോടെ കരുത്തോടെ നിൽക്കാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതിനു വേണ്ട എല്ലാ കൃപയും അഭിഷേകവും ശക്തിയും സംരക്ഷണവും അങ്ങ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നത്തെ അവസ്ഥയിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ സഭയിൽ, വിശ്വാസ ജീവിതത്തിൽ, സമൂഹത്തിൽ ഒത്തിരിയേറെ കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവിൻ്റെ നീതി സകല മക്കളും അറിയണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കും. സ്വയെ അങ്ങയുടെ മക്കളാണ് ഈ ലോകത്തിലുള്ള നാനാജാതി മതസ്ഥരും എല്ലാവരും അങ്ങയുടെ മക്കളാണ്. ഈശോയെ, അങ്ങയുടെ നീതി അറിയട്ടെ. അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള കൃപ എല്ലാ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണം ഈശോയെ. എന്നെ നയിക്കുനാഥ, നിന്റെ നീർച്ചാലും തന്നിലായി എന്നിൽ വസിക്കുനാഥ, ശാന്തി ജീവിക്കുവാൻ മക്കളെ. നല്ലവനാമെൻ ദൈവമേ, നിൻ മുൻപിൽ നന്നായി ജീവിക്കും ഞാൻ. നല്ലവനാമെൻ ദൈവമേ, നിൻ മുൻപിൽ നന്നായി ജീവിക്കും ഞാൻ. നന്നായി ജീവിക്കും ഞാൻ. പ്രിയപ്പെട്ട മക്കളെ, സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ അതിയായി ആഗ്രഹിക്കുന്ന കർത്താവ് അതിനുവേണ്ട വചനങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. 25-ാം തീയതി നിത്യജീവന്റെ സുവിശേഷം ശുശ്രൂഷ അവസാനിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന വലിയ അഭിഷേകത്തിൽ മാലാഖമാരുടെ വലിയ സംരക്ഷണം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ശുശ്രൂഷ 26 മുതൽ 30 വരെ നമ്മുടെ ഷെക്കേന ചാനലിലൂടെ കർത്താവ് നമുക്ക് നൽകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഒറ്റയ്ക്കല്ല.
നമ്മുടെ കൂടെ സ്വർഗം മുഴുവനുമുണ്ടെന്നുള്ള ഉറപ്പ് കർത്താവ് നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട. കർത്താവ് നമ്മെ കൊണ്ടുപോയിക്കൊള്ളും. കർത്താവിൻ്റെ ദൂതന്മാരോടൊപ്പം, വിശുദ്ധരോടൊപ്പം, എല്ലാ രക്തസാക്ഷികളോടൊപ്പം, പരിശുദ്ധ അമ്മയോടൊപ്പം, യൗസപിതാവിനോടൊപ്പം ഈ ഭൂമിയിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ, മാലാഖമാരുടെ സംരക്ഷണത്തിൽ കർത്താവ് നമ്മെ അതിശക്തിയിൽ കാത്ത് സംരക്ഷിച്ച് നയിച്ചോളും. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥിച്ചൊരുങ്ങുക. നമ്മുടെ ഷെക്കേന ചാനലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഉന്നതമായ സ്വർഗീയ രഹസ്യങ്ങളും ദൈവിക ശുശ്രൂഷകളും കർത്താവ് നമുക്ക് ഒരുക്കി തരുമ്പോൾ, പ്രത്യേകിച്ചും നമുക്കറിയാലോ മക്കളെ, സാത്താന് ഒട്ടും ഇഷ്ടപ്പെടാത്ത ശുശ്രൂഷകളാണ്, ലോകത്തിന് ഇഷ്ടപ്പെടാത്ത ശുശ്രൂഷകളാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി എതിർപ്പുകളും പൈശാചിക പീഠകളും കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. സന്തോഷ് ബ്രദറിനും ടീമംഗങ്ങൾക്കും ഇവിടെയുള്ള ശുശ്രൂഷകർക്കും എല്ലാ ശുശ്രൂഷകൾക്കും ഈ ചാനലിനും വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ദിവ്യകാരുണ്യ ഈശോയിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 യേശുവേ 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 ആരാധന ദൈവമേ ആരാധന ആരാധന സംരക്ഷിക്കണമേ. ഹല്ലേലൂയ ശക്തികൾ ഒരിക്കലും കീഴടക്കാതെ നശിപ്പിക്കാതെ തകർക്കാതെ അങ്ങയുടെ സംരക്ഷണം ഷെക്കേന ചാനലിന് നൽകണമേ. സംരക്ഷണം കോട്ട കെട്ടണമേ. മാലാഖമാര് പാളയമടിക്കട്ടെ. അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ ഷെക്കേന ചാനലിനെ അവിടുന്ന് പൊതിഞ്ഞു പിടിക്കണമേ കർത്താവേ. സാത്താന് കാണാൻ പോലും പറ്റാത്ത വിധം പൊതിഞ്ഞു പിടിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, പ്രത്യേകം ആ വിധം 26-ാം തീയതി മുതലുള്ള മാലാഖമാരുമായിട്ട് ബന്ധപ്പെട്ട മാലാഖമാരുടെ സാന്നിധ്യത്തിന് ശക്തി അനുഭവിക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും ദൈവരാജ്യ ശുശ്രൂഷകൾ, സ്വർഗത്തിന്റെ സന്ദേശങ്ങൾ, നിത്യജീവന്റെ സുവിശേഷം അതൊരിക്കലും ലോകത്തിനോ പിശാചിനോ നമ്മുടെ ജഡത്തിന് പോലും പലപ്പോഴും ഇഷ്ടമല്ല. അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി കുമ്പസാരിച്ച് പരിഹാര പ്രവർത്തികൾ ചെയ്ത് കർത്താവിന്റെ സന്നിധിയിൽ എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. ഇന്ന് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ കൃപകള്, വലിയ വലിയ ബോധ്യങ്ങള്, കർത്താവിൻ്റെ നീതി ആഗ്രഹിക്കുന്ന കർത്താവ്, നീതിയോടെ വിധിക്കുന്ന ഈശോ, നമ്മെ അതിലേക്ക് നയിക്കുന്ന കാരുണ്യം എല്ലാം നൽകിയ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ല മക്കളെ. ആ കരുണയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ അങ്ങ് ഞങ്ങളെ നയിക്കണം, അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണം, അങ്ങ് ഞങ്ങളെ പൊന്നുപോലെ പൊതിഞ്ഞു പിടിക്കണം, അങ്ങയുടെ ഹൃദയത്തിനുള്ളിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. വലിയ പ്രാർത്ഥനയോടെ നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും പൗരോഹിത്യത്തെയും സന്യാസ ജീവിതത്തെയും എല്ലാ നാനാജാതി മതസ്ഥരെയും ലോകം മുഴുവനെയും, പ്രത്യേകിച്ച് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയൊക്കെ മേഖലകളിൽ കർത്താവിൻ്റെ നീതിയുടെ അഭിഷേകം നിറയപ്പെടാനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദത്തിനായിട്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. യേശുവിൻ്റെ കൂടെ മതി.
പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.